പ്രിയപ്പെട്ട ജോർജ്, അഡ്വക്കേറ്റ് ഗോപകുമാർ, ഷാൻഡി ശിവൻ, സുഹൃത്തുക്കൾ, എനിക്ക് ആദ്യം പറയാനുള്ളത്, ഞാൻ നാട്ടിൽ പറഞ്ഞു വരുന്ന അർത്ഥത്തിലുള്ളൊരു യുക്തിവാദിയല്ല. ഞാനൊരു മതവും അനുഷ്ഠിക്കുന്നില്ല, ഞാൻ ഒരു ദൈവത്തിലും വിശ്വസിക്കുന്നില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ പറഞ്ഞു വരുന്ന അർത്ഥത്തിൽ ദൈവത്തെ പൂർണ്ണമായും നിഷേധിക്കുന്ന ഒരാളല്ല ഞാൻ. പിന്നെ ഞാൻ എന്താണ്? ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് അറിയാത്ത അപൂർവം ആളുകളുണ്ട്, അതിലൊരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ പിന്നെ ഇതിനെതിരെ വന്നേന്ന് ചോദ്യമാണല്ലോ. ഞാൻ വന്നത് ഈ യുക്തിവാദം, നിരീശ്വരവാദം, നിർമ്മതവാദം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പറയാനും എഴുതാനും പ്രചരിപ്പിക്കാനൊക്കെ വളരെ പ്രയാസമാണ്. എൻ്റെ കുട്ടിക്കാലത്ത് പോലും അത് വളരെ പ്രയാസമായിരുന്നു. ആ രംഗത്തൊക്കെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം മരിച്ചുപോയി, കലാനാഥൻ, അവരൊക്കെ എത്ര കഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഞാൻ ആ പറയുന്ന 50 കൊല്ലം കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ വാസ്തവത്തിൽ വളരെ മോശമായ ഒരു കാലത്ത് നിങ്ങളിങ്ങനെ ഒരു പഠനകേന്ദ്രം നടത്തുകയും അതിനുവേണ്ടി പ്രചാരവേല നടത്തുകയും മീറ്റിംഗ് സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ അഭിവാദ്യം ചെയ്യുക എന്നുള്ളത് ഒരു ജനാധിപത്യവാദി എന്നുള്ള നിലയ്ക്ക്, ഒരു പൗരാവകാശ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ചുമതലയാണ് എന്ന് വിചാരിച്ചിട്ടാണ് ജോർജ് വിളിച്ചപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ കാര്യം, അതിപ്പോൾ നേരെ പറഞ്ഞാൽ ഞാൻ എന്നെക്കൊണ്ടാവും പോലെ ഇതൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ട് എനിക്കിത് എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല. പിന്നെ യുക്തിവാദികളുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും ഒക്കെ പുസ്തകങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അതിൽ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാദം ഒരു മഹാവിസ്ഫോടനം എന്നാണ്. അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് വാസ്തവത്തിൽ മറുപടി ഒന്നുമില്ല. അവർ പറയുന്നത് അറിഞ്ഞുകൂടാന്ന്, അത്രയേ ഉള്ളൂ ഞാനും പറയുന്നത്. പിന്നെ മതക്കാരുടെ കാര്യം, നമ്മളിപ്പോൾ എവിടെയാണ് എത്തിയത്? എനിക്ക് പറയാൻ തന്നെ നാണക്കേടാണ്. അഫ്ഗാനിസ്ഥാനിൽ അടിമത്തം നിയമവിധേയമാക്കി. അപ്പോൾ എവിടേക്കാണ് ഈ ലോകം പോകുന്നത്? കേരളം, ഇന്ത്യ, അവിടെ എത്തിയിട്ടില്ല ഇപ്പോൾ ഇന്ത്യ. നമ്മൾ ഓർക്കേണ്ടതാണ്, 150 കൊല്ലം മുമ്പ് നിരോധിച്ച ഒരു സാധനമാണ് അടിമത്തം. 1865 ആ നിയമം അബ്രഹാം ലിങ്കൺ പാസ്സാക്കുന്നത്. അതിന് കൊടുക്കേണ്ട വില തൻ്റെ ജീവനാണ് എന്നറിഞ്ഞുകൊണ്ടാണ് അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് ആ നിയമം പാസ്സാക്കിയത്. ആ കൊല്ലം അദ്ദേഹം വെടിവെച്ച് കൊല്ലപ്പെട്ടു. നമ്മൾ ഓർക്കണം, ഗാന്ധി ജനിക്കുന്നതിൻ്റെയും 4 കൊല്ലം മുമ്പ് 1865 ഈ സംഭവം. എന്നിട്ടിപ്പോൾ 21ാം നൂറ്റാണ്ടിൽ അഫ്ഗാനിസ്ഥാനിൽ അടിമത്തം നിയമവിധേയമാക്കി കഴിഞ്ഞു. 2ാം വട്ടം അഫ്ഗാനിസ്ഥാനിൽ ഇവർ അധികാരത്തിൽ വന്നപ്പോൾ നമ്മുടെ മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട പത്രം, മാധ്യമം, അതിന് തലക്കെട്ട് കൊടുത്തത്, അതിൻ്റെ നടുക്ക് എനിക്കിപ്പോഴും മാറിയിട്ടില്ല, കൊടുത്തത് എന്താണെന്നറിയാം? അഫ്ഗാൻ വീണ്ടും സ്വതന്ത്രമായി എന്നാണ്. അഫ്ഗാൻ വീണ്ടും സ്വതന്ത്രമായി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ കോഴിക്കോട്ടുകാരനായതുകൊണ്ട് ഞാൻ അന്ന് എന്താണ് മാധ്യമം എഴുതിയെന്ന് നോക്കാൻ വേണ്ടി അത് 8 കോളത്തിൽ ചുവന്ന മഷിയിൽ ആ ചിത്രം എനിക്ക് ഓർമ്മ. അപ്പോൾ ഈ തരത്തിൽ ജാതി, മതം, അന്ധവിശ്വാസം, അനാചാരം, ദുരാചാരം, എല്ലാ തരത്തിലുള്ള മനുഷ്യൻ്റെ അന്തസ്സിനെ ഹനിക്കുന്ന നമ്മുടെ പോരാട്ടം എന്ന് പറയുന്നത് മനുഷ്യ അന്തസ്സിന് വേണ്ടിയാണ്. അപ്പോൾ അതില്ലാതെയാക്കുക. അതിപ്പോൾ സ്ത്രീകളുടെ കാര്യം വലിയ കഷ്ടമാണ്, അത് പിന്നെയും പിറകോട്ട് പോവുക. ഇപ്പം ഞാനൊക്കെ കുട്ടിക്കാലത്ത് വലിയൊരു പ്രശ്നമായിട്ട് പറഞ്ഞിരുന്നത് സ്ത്രീ വിദ്യാഭ്യാസത്തെ പറ്റിയാണ്. അപ്പോൾ ഇപ്പോൾ അന്ന് കാണാത്ത തരത്തിൽ കോഴിക്കോട്ടും മലപ്പുറത്തും വയനാട്ടിലും എറണാകുളത്തും തിരുവനന്തപുരത്തും പാരീസിലും ലണ്ടനിലും മുഖം മൂടിയ പർദ്ദ കെട്ടി നിക്കാബ് എന്നൊരു പുതിയ വാക്കിപ്പോൾ വന്നിരിക്കുക. മനുഷ്യർ നടക്കുകയാണ്. മുഖം തുറക്കാൻ
സ്വാതന്ത്ര്യമില്ലാത്ത സഹോദരിമാർ. ആലോചിച്ച് എന്തൊരു കഷ്ടമാണ്. ഈ മുഖം മൂടുന്ന പർദ്ദ ഇട്ടിട്ട് ഒരു പെൺകുട്ടി എങ്ങനെ വീട്ടിൽ നിന്നല്ലാതെ പുറത്തിറങ്ങി എങ്ങനെ ഭക്ഷണം കഴിക്കുക? ഞാൻ കുറച്ച് മാസങ്ങൾ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്തിരുന്നു. അന്ന് ഞങ്ങളുടെ പേഴ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഞങ്ങളുടെ എന്തെങ്കിലും ഒരു ഭക്ഷണം, ഒരു ചായ സൽക്കാരമൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ കഷ്ടപ്പെടുന്ന ഞാൻ കണ്ടു. അപ്പം ഞാൻ പിന്നെ അവരോട് ചോദിച്ചു, ഈ തരത്തിൽപ്പെട്ട ഒരു കുട്ടിയെ കാണാതെ ആയാൽ എങ്ങനെ പരസ്യം കൊടുക്കുക? ഇങ്ങനെ പരസ്യം കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ വേണ്ടി വരുമല്ലോ. ഞാൻ പറഞ്ഞു, അങ്ങനെ പരസ്യം കൊടുത്താൽ ഒരാളെ മാത്രമേ ഇന്ത്യയിൽ കണ്ടു കിട്ടുള്ളൂ, അത് ഐശ്വര്യ റായിയ. കണ്ണ് മാത്രം കണ്ട ആളെ തിരിച്ചറിയും ഈ അളവിൽ. അപ്പോൾ സ്ത്രീത്വത്തോട് കാണിക്കുന്ന നിന്ദ. കേരളത്തിൽ EMS പറഞ്ഞൊരു വാക്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്, കാലത്തിന് തിരിച്ചു നടക്കാൻ സാധിക്കില്ല. കാലം തിരിച്ചു നടക്കുന്നതാണ് നമ്മൾ എല്ലാ നാട്ടിലും കാണുന്നത്. അത് ഇന്ത്യയിലിപ്പോൾ BJP അങ്ങനെ ചെയ്യുന്നതിൽ ഒരു സ്വാഭാവികതയുണ്ട്. കാരണം എന്താ, അവരുണ്ടായത് ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ പേരിലിപ്പോൾ ഹിന്ദു എന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരിപ്പോൾ മെനയാന്നിപ്പോൾ കൊണ്ടുവന്നൊരു സംഗതി, വന്ദേ ഭാരതം മുഴുവനായിട്ട്, അത് 1936 എൻ്റെ ഓർമ്മ, അത് ചർച്ച ചെയ്തിട്ട് തള്ളിക്കളഞ്ഞൊരു കാര്യമാണ്. എന്താ വെച്ചാൽ അത് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും യോജിക്കാവുന്ന തരത്തിൽ അല്ലാത്ത വരികൾ അതിനകത്തുണ്ട്. അതുകൊണ്ടത് ദേശീയ ഗാനമായിട്ട് വേണ്ട, അത് ദേശീയ ഗീതമായിട്ട് മതി എന്ന് അന്ന് തീരുമാനിച്ചതാണ്. പോട്ടെ. അപ്പോൾ പശുവിറച്ചി കഴിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാവുന്ന ഒരു നാട് എന്ന് പറഞ്ഞാൽ ആലോചിച്ചു. ഇപ്പോൾ എല്ലാ കാര്യത്തിലും ഇപ്പോൾ എനിക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പം കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കുന്നത്. ഇപ്പോൾ 2018 വന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വിധിയായിരുന്നു സുപ്രീം കോടതിയുടെ, യുവതികൾക്ക് ശബരിമലയിൽ പ്രവേശനം കൊടുക്കണം. അപ്പോൾ ശബരിമലയിൽ എന്താ പ്രശ്നം അയിത്തമാണ്. അയിത്തം നിരോധിച്ചതാണ് ഇന്ത്യയിൽ ഭരണഘടന അനുസരിച്ച്. എന്താ ഈ സ്ത്രീകൾക്ക് എന്താ പ്രശ്നം? അവർക്ക് ആർത്തവമുണ്ട് എന്ന്. അത് അശുദ്ധമാണ്. അശുദ്ധം എന്നുള്ള വാക്ക് അയിത്തം എന്നുള്ള വാക്കുണ്ടാകുന്നു. അതിൻ്റെ രൂപാന്തരമാണ് അയിത്തം എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് കയറാൻ പാടില്ല. ആ വിധി വന്നപ്പോൾ എല്ലാവരും സ്വാഗതം ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ BJP കാലുമാറി, 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് കാലുമാറി, 2 മാസം കഴിഞ്ഞപ്പോൾ CPM കാലുമാറി. ഇപ്പോൾ ആർക്കും ആ സംഗതി വേണ്ട. എന്താ ഇപ്പോൾ പറയുന്നത്? നവോത്ഥാനം എന്ന് പറയുന്നത് ആചാര സംരക്ഷണമാണ് എന്ന്. അങ്ങനെയുണ്ട്. ബഷീർ പറഞ്ഞില്ലേ, സമാധാനപരമായ യുദ്ധം. ഇവിടുത്തെ നവോത്ഥാനത്തിൻ്റെ കഥ പറയുമ്പോൾ പലപ്പോഴും ഞാനടക്കമുള്ള ആളുകൾ മറന്നുപോകുന്ന പേരുകളുണ്ട്. ഇപ്പോൾ നാരായണ ഗുരു എന്ന് പറയും, അയ്യങ്കാളി എന്ന് പറയണം തീർച്ചയായിട്ടും. ആ കൂട്ടത്തിൽ പറയേണ്ട ചില പേരുകളാണ് സഹോദരൻ അയ്യപ്പൻ. അതുപോലെ അദ്ദേഹം ഒരു നൂറ്റാണ്ട് മുമ്പ് നിങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം, നിങ്ങൾ ഇഷ്ടമുള്ള ജാതിയിലോ മതത്തിലോ പെട്ട ആളെ കല്യാണം കഴിക്കണം, അങ്ങനെ മിശ്രഭോജനം എന്നുള്ളത്, മിശ്രവിവാഹം എന്നുള്ളതൊക്കെ ഒരു വലിയ അക്കാലത്താണ്. അതൊക്കെ അക്കാലത്ത് വലിയ വിപ്ലവമാണ്. അപ്പോൾ യുക്തിവാദികളിൽപ്പെട്ട ചിലർ, ഉദാഹരണം പറഞ്ഞാൽ C. രവീന്ദ്രൻ, അദ്ദേഹത്തെ ഒരു നവോത്ഥാന നായകനായിട്ട് അംഗീകരിക്കുന്നില്ല. അതെന്ത് യുക്തിയാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഞാൻ അന്വേഷിച്ചിട്ടില്ല, ആലോചിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കേട്ടതാണ്. എന്താണ്? ജാതിവാദിയാണ് ആര്? സഹോദരൻ അയ്യപ്പൻ. എന്താ കാരണം? അദ്ദേഹം SNDPയിൽ പ്രവർത്തിച്ചിരുന്നത്. SNDP ഇന്നത്തെ SNDPയെ പറ്റിയല്ല ഈ പറയുന്നത്. 1903 SNDP ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു വർഗീയവാദി, യാതൊരു വകതിരിവില്ലാത്ത ഒരു മനുഷ്യൻ, ആളുകളുടെ ഇടയിൽ വെറുപ്പ് മാത്രം പ്രചരിപ്പിക്കുന്ന, അതിനുവേണ്ടി സംസാരിക്കുന്ന, BJPക്ക് വേണ്ടി വിടുവേല ചെയ്യുന്ന ഒരാളാണെന്ന് അതിൻ്റെ സെക്രട്ടറി. പക്ഷെ എങ്ങനെയല്ല, C. കേശവൻ്റെ സെക്രട്ടറി ആയിരുന്നു, സഹോദരൻ അയ്യപ്പൻ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യൻ എന്ന് പറഞ്ഞിരുന്നു.
അതിനെപ്പറ്റി നാരായണ ഗുരുവിനോട് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞത് നാം പറഞ്ഞതും അയ്യപ്പ മാഷ് പറഞ്ഞു ഒന്ന് തന്നെയെന്നാണ്. പിന്നെ ആരോ പരാതി പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു അയ്യപ്പ മാഷ വാക്കിലേ ദൈവം ഇല്ലാതെ ഉള്ളൂ, പ്രവൃത്തിയിലുണ്ട്. അപ്പം ദൈവം എന്ന് പറയുമ്പോൾ ഈ നാരായണ ഗുരുവോ അല്ലെങ്കിൽ ഈ സഹോദരൻ അയ്യപ്പനോ ഒക്കെ ആലോചിക്കുന്നത് എന്താണ്? ഇന്നിപ്പോൾ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ഒരു ജനതയെ മുക്തമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം, അത് മഹാരാഷ്ട്രയിൽ ധാബോൽക്കർ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു. അങ്ങനെ അനവധി പൻസാര്. കേരളത്തിൽ ഭാഗ്യവശാൽ യുക്തിവാദികൾക്കൊന്നും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു പരിഷ്കരണവാദിക്ക് മാത്രമേ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേര് ചേകനൂർ മൗലവി എന്നാണ്. എൻ്റെ സുഹൃത്തായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ആശയക്കാരനായിരുന്നില്ല. കാരണം അദ്ദേഹം 3 നേരം നിസ്കരിക്കണം എന്ന് പറഞ്ഞ ആളാണ്. എന്നോട് ഞാൻ പറഞ്ഞു മൗലവി എനിക്ക് 1 നേരം നിസ്കരിക്കാൻ ഒഴിവില്ല. പിന്നെ ഞാനെങ്ങനെ ഞങ്ങളെ കൊടുത്ത് കൂടുന്നത്? മൗലവി ഞാനും പറഞ്ഞ 2 കാര്യങ്ങളായിരുന്നു. ഞാൻ പറഞ്ഞൊക്കെ സാമൂഹ്യ പ്രശ്നങ്ങളായിരുന്നു. മൗലവി പറഞ്ഞു മതപരിഷ്കരണമായിരുന്നു. അത് പറയാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ പൗരാവകാശത്തിന് വേണ്ടിയുള്ള സമരത്തിൽ ഞാൻ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ ഉദാഹരണം പറയാം. അപ്പോൾ ഏത് ജനാധിപത്യമാണ്, ഏത് പൗരാവകാശമാണ്, ഏത് സ്വാതന്ത്ര്യമാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കേണ്ട സ്ഥിതിയാണ്. ഓഹോ, വലിയ തമാശല്ലേ? ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം കൊടുക്കണം എന്ന് പറയാൻ വേണ്ടി ഇടതുപക്ഷ കക്ഷികൾ രൂപം കൊടുത്ത വനിതാ മതിലിൽ മുഖം മൂടുന്ന പർദ്ദ ഇട്ടിട്ട് പെണ്ണുങ്ങൾ വന്ന് നിൽക്കുക. അവനവന് മുഖം തുറക്കാൻ സ്വാതന്ത്ര്യമില്ല എന്ന് ആലോചിക്കുന്നില്ല. അല്ല, ചെറിയ കാര്യമില്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, കേരളത്തിലെ 10,000-കണക്കിന് മുസ്ലിം പള്ളികളിൽ വെള്ളിയാഴ്ച സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അത് പറയില്ല. എന്താ കാരണം? അത് വോട്ടിനെ ബാധിക്കും. ഈ ഇവിടുത്തെ എല്ലാ തരത്തിലുള്ള നവോത്ഥാന ശ്രമങ്ങളും ആ തരത്തിലുള്ള സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങളും മുഴുവൻ തകർത്തത് നിർഭാഗ്യവശാൽ നമ്മുടെ ജനാധിപത്യമാണ്. ഇങ്ങനെ പറയാൻ പാടുണ്ടോ? സത്യം പറയണ്ടേ? പ്ലേറ്റോ പറയും എന്തിനും മേലെയാണ് സത്യം, ഏത് വ്യക്തിക്കും മേലെയാണ് സത്യം. 1924-25 കാലത്ത് വൈക്കത്തെ ശിവക്ഷേത്രത്തിൻ്റെ മുമ്പിലൂടെ വഴി നടക്കാനുള്ള ഐത്തജാതിക്കാർ എന്ന് വിളിക്കപ്പെട്ടവർക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യമാണ് സമരം വിജയിച്ചു. എന്താ കാരണം? അത് വിജയിച്ചാൽ തിരുവിതാംകൂർ രാജാവിന് അധികാരം നഷ്ടാവില്ല. 31-32 കാലത്തെ ക്ഷേത്രപ്രവേശന സമരം വിജയിച്ചു. 1936 നവംബർ 12-ാം തീയതി തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ ക്ഷേത്രപ്രവേശന വിളംബരം വന്നു. എന്താ കാരണം? അദ്ദേഹത്തിന് അതുകൊണ്ട് അധികാരമൊന്നും പോവില്ല. ഇപ്പോൾ ആണ് ആ സമരം നടക്കുന്നത്. വിജയിക്കുമോ? ഇല്ല. കാരണം 2016 മഹാരാഷ്ട്രയിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ടായി. അവിടുത്തെ ബോംബെ ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. എന്താണ്? അവിടുത്തെ ശനിദേവൻ്റെ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണം. അത് കൊടുത്തു. 2 മാസം കഴിഞ്ഞപ്പോൾ അവിടെ വേറെ ഒരു അപേക്ഷ കോടതി മുമ്പാകെ സംഘടനഹരിച്ചു വന്നത്. എന്താണ്? അവിടുത്തെ മുസ്ലിങ്ങളുടെ ദേവാലയം, തീർത്ഥാടന കേന്ദ്രം ഹാജി അലി പള്ളിയിൽ ദർഖയിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല, കൊടുക്കാൻ പറഞ്ഞു. ഇത് രണ്ടും കൊടുത്തു. ആരാ കൊടുത്തത്? കൊടുത്ത മുഖ്യമന്ത്രിയുടെ പേര് ഫട്നാവിസ് എന്നാണ്. അദ്ദേഹം BJP കാരനാണ്. BJP അദ്ദേഹത്തിൻ്റെ അന്നത്തെ സഖ്യകക്ഷി എന്ന് പറയുന്നത് ശിവസേനയാണ്. ശിവസേനയും BJPയും കൊടുത്തൊരു സംഗതിയാണ്. അത് ബോംബെ ഹൈക്കോടതിയാണ്, സുപ്രീം കോടതിയല്ല. സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യം, കേരളത്തിൽ ജനാധിപത്യം വലിയ ശ്രീകോവിലായിട്ടിരിക്കുന്ന പ്രബുദ്ധമായ സാക്ഷരമായ കേരളത്തിൽ നടപ്പാവുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാവരും അതിനെതിരുമാണ്. ഇപ്പോൾ സ്ത്രീകൾ അതിനെതിരാണ്. കാരണം എല്ലാവരും അല്ല, വലിയ ശതമാനം പ്ലക്കാർഡും പിടിച്ചിട്ട് അവർ നിൽക്കുന്ന ഫോട്ടോ, വി ആർ റെഡി ടു വെയിറ്റ്, ഞങ്ങൾ കാത്തു നിൽക്കാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് ആർത്തവകാലം കഴിഞ്ഞിട്ട് അവിടെ പോയാൽ മതി. ഇപ്പോൾ എന്നോട് ചിലർ ചോദിക്കും, മാഷ് എന്തിനാ ഈ മുസ്ലിം പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണമെന്ന് പറയുന്നത്? പള്ളിയിൽ പോയിരുന്ന അത്രയും നല്ലതല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. അവർ പള്ളിയിൽ പോകേണ്ടത് അവർ തീരുമാനിക്കണം. പള്ളിയിൽ പോകാൻ പാടില്ല എന്നൊരു സ്ത്രീ ആയ വകയിൽ നിങ്ങൾ ഒരാളോട് പറയാൻ പാടില്ല. അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ കൂടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ മുസ്ലിം പെണ്ണിന് അവളുടെ സഹോദരന് കിട്ടുന്നതിൻ്റെ പകുതിയാണ് അനന്തരാവകാശം. കാരണം എന്താ? അത് ഖുർആനിൽ പറഞ്ഞു. എന്താ ചെയ്യുന്ന ആലോചിച്ചു. ബാപ്പ മരിച്ചു, ബാപ്പയുടെ
മക്കൾക്ക് ഓരി വെക്കാനുള്ള സ്വത്തിൽ 1500 ഉറുപ്പ്യെന്ന് വിചാരിച്ചു. അപ്പോൾ മകനും മകളും ഉണ്ട്. നിങ്ങൾ വിചാരിക്കും അത് 750 ആയിട്ട് ഓഹരി വെച്ചാൽ മതി. അങ്ങനെയല്ല ഓഹരി. എങ്ങനെ ഓഹരി? മകൻ 1000, മകൾക്ക് 500. അതിനൊരു പകുതി ആളാണ് സ്ത്രീ. അങ്ങനെയുണ്ട്. ഇസ്ലാമിക ശരീഅത്തിൽ കോടതിയിൽ സാക്ഷി പറയുമ്പോൾ പുരുഷൻ ഒരാൾ സാക്ഷി പറഞ്ഞാൽ മതി, ആ സ്ഥാനത്ത് 2 പെണ്ണുങ്ങൾ സാക്ഷി പറയണം. കാരണം ഒരു അര മനുഷ്യനാണ് ഈ സ്ത്രീ എന്ന് പറയുന്നത്. എനിക്ക് കുട്ടിക്കാലത്ത് വലിയ അത്ഭുതമായിരുന്നു. എന്താ വെച്ചാൽ അവിടെ ഞങ്ങളുടെ അവിടെ പണിക്ക് വരുമ്പോൾ പെണ്ണുങ്ങൾ പണിയെടുക്കും. ആണുങ്ങൾക്ക് അന്ന് എൻ്റെ കുട്ടിക്കാലത്ത് 1 ഉറുപ്പ്യാണ് കൂലി. അതേ പണിയെടുക്കുന്ന പെണ്ണുങ്ങൾക്ക് 8 അണയാ കൂലി. എന്താണ്? പെണ്ണാന്നുള്ള വകയില്ല, പണിയെടുത്തതിൻ്റെ കണക്കിലല്ല. ഇതൊക്കെ ഇന്ന് എല്ലാ രംഗത്തും. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇലക്ഷൻ വരികയാണല്ലോ, എല്ലാവരും പറയും 33% സ്ത്രീകൾക്ക് പാർലമെൻറ്റിൽ സംവരണം വേണം അല്ലേ? ഇവിടെ കേരള നിയമസഭയിൽ 140 ഇരിപ്പിടങ്ങളുണ്ട്. അതിൽ 70 എണ്ണം 50% പെണ്ണുങ്ങൾക്ക് സംവരണം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്താ കാരണം? ഒരു ന്യായമാണ്. ഇവിടെ 52% ജനസംഖ്യയിൽ 50% സ്ത്രീകളാണ്. ഒരു പെണ്ണധിക നാടാണ് കേരളം. അതവിടെ നിയമസഭയിലോ മന്ത്രിസഭയിലോ കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ മുസ്ലിം ലീഗുകാരോട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അവർ ഇന്ന് വരെ ഒരു സ്ത്രീയെ നിയമസഭയിൽ അയച്ചിട്ടില്ല. അപ്പോൾ മുസ്ലിം ലീഗുകാരൊരു കാര്യം ചെയ്യണം, ഞങ്ങൾക്ക് പെണ്ണുങ്ങളുടെ വോട്ട് വേണ്ടെന്ന് പറയണം. അത് പറഞ്ഞാൽ മതിയല്ലോ, വളരെ ലളിതമായിട്ട് തീർന്നു. പെണ്ണുങ്ങളുടെ വോട്ടൊന്നും ഞങ്ങൾക്ക് വേണ്ട. കാരണം വേണ്ട, പെണ്ണുങ്ങളൊക്കെ അല്ലേ. ഈ ജനാധിപത്യത്തിനൊരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്പൂരിയുടെ വോട്ടിനും ചെറുമൻ്റെ വോട്ടിനും ഒരേ മൂല്യം. നമ്പൂരി വോട്ട് ചെയ്താൽ അത് 10 വോട്ടും ചെറുമൻ വോട്ട് ചെയ്താൽ അത് 1 വോട്ടുമായിട്ട് അല്ല കണക്കാക്കുക കേട്ടോ. ജവഹർലാൽ നെഹ്റുവിനെ ഓർമ്മിക്കുക. കാരണം അദ്ദേഹമാണ് ഈ പ്രായപൂർത്തി വോട്ടവകാശത്തിന് വേണ്ടി വളരെ നേരത്തെ, അത് കഴിഞ്ഞ് ഭരണഘടന ഉണ്ടാകുമ്പോൾ 1950 വരുമ്പോൾ അദ്ദേഹം പാർട്ടിക്കകത്ത്, അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ പലരും എതിരായിരുന്നു. ഈ നിരക്ഷരരായ സ്ത്രീകൾ, ഗ്രാമീണ സ്ത്രീകൾ, കർഷകർക്ക് എന്ത് വോട്ടവകാശം കൊടുക്കുന്നത്? മുഹമ്മദ് അലി ജിന്നയ്ക്ക് പണ്ട് അദ്ദേഹം കോൺഗ്രസ് ആയിരുന്നപ്പോൾ കോൺഗ്രസ് ഓഫീസിലേക്ക് സാധാരണ തൊഴിലാളികളും വിദ്യാഭ്യാസ സ്ഥലത്തൊക്കെ കയറി വരുന്നത് എന്തിനാന്ന് തന്നെ മനസ്സിലായിരുന്നില്ല. അദ്ദേഹം 1920 വരെ കോൺഗ്രസ്സിലുണ്ട്. അപ്പോൾ എന്തവർക്കൊക്കെ കൂടെ പണി? ഈ റിക്ഷ പുള്ളേഴ്സ് അല്ലെങ്കിൽ കൃഷിക്കാർ, ഇവരൊക്കെ എന്തിനു കയറി വരികയാണ്? അവർക്കൊക്കെ എന്താ ഇതിനെപ്പറ്റി അറിയാം. അപ്പോൾ കാരണം 1915 ഗാന്ധി വരുന്നതോടുകൂടി വലിയൊരു ജനകീയമായി തീരാണ് ഒരു വലിയ പ്രസ്ഥാനം മുഴുവൻ. അപ്പോൾ ഈ സ്ത്രീകളോട് കാണിക്കുന്ന വിവേചനം, ഇത് മുഴുവൻ പൗരോഹിത്യത്തിൻ്റെ പണിയാണ്. ഇപ്പോൾ ലോകത്ത് മുഴുവൻ ശക്തിപ്പെടുന്നത് പൗരോഹിത്യമാണ്. ഇതാണിപ്പോൾ നമ്മുടെ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് മതപൗരോഹിത്യത്തിൻ്റെ ശാക്തീകരണമാണെന്ന് ഞാൻ പറയും. ഇപ്പോൾ കേരളത്തിൽ ഞാൻ ഇപ്പോൾ ഉദാഹരണം പറയാം. നിങ്ങൾക്ക് അറിയുന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മയാക്കുന്നു. ചെറിയൊരു കാര്യം എന്താണ്? വഖഫ് ബോർഡിലെ നിയമനം PSCക്ക് വിടണം എന്ന് ഗവൺമെൻറ്, വിടാം എന്ന് ഗവൺമെൻറ് പറഞ്ഞു. ഉടനെ സമസ്തയിലെ സമസ്തയിലെ ഒരു വിഭാഗം അതിനെ എതിർത്തു. ഉടനെ അത് പിൻവലിച്ചു. കണ്ടോ? അവർക്കാണ് ശക്തി. ഇപ്പോൾ ആണിനും പെണ്ണിനും ഒരു ഡ്രസ്സ് മതി എന്ന് പറഞ്ഞു. അവിടെ ബാലുശ്ശേരിയിൽ, കോഴിക്കോട് ജില്ലയിലാണ്, അവിടെ പെൺകുട്ടികൾ, മുസ്ലിം പെൺകുട്ടികളൊക്കെ ഉണ്ട്. അവർ പറഞ്ഞു ഈ പാൻസ് ഇടുന്നത് വളരെ സൗകര്യം, അത് ആണുങ്ങളുടെ ഡ്രസ്സാണ്. ഈ പാൻസ് ഉണ്ടായ നാട്ടിൽ ആണും പെണ്ണും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു സാധനം അത്. അപ്പോൾ ഇവരെതിരാണ്. ഉടനെ അത് വിമലിച്ചു. അപ്പോൾ ഒരു എക്സസൈസിന് ഒരു സുംബ ഡാൻസ് വരുന്നു, ഉടനെ അത് ഗവൺമെൻറ് അത് നിർബന്ധിക്കുന്നില്ല. എക്സസൈസ് ചെയ്യണമെന്ന് പറയേണ്ട കുട്ടികളോട്. ഇങ്ങനെ ഇപ്പോൾ പാലാ ബിഷപ്പ് ഇവിടെ ലവ് ജിഹാദ് ഉണ്ട്. ലവ് ജിഹാദ് ഇല്ലയെന്ന് നേരത്തെ കോടതിയും പാർലമെൻറ്റൊക്കെ പറഞ്ഞൊരു കാര്യം. നാർക്കോട്ടിക് ജിഹാദ് എന്ന് പുതിയ വാക്കഥ ഉണ്ടാക്കി. അതിനെപ്പറ്റി മുഖ്യമന്ത്രി ഒരഭിപ്രായം പറഞ്ഞത് 15-ാം ദിവസമാണ്. ആ 15 ദിവസവും ടെലിവിഷനിലും വാട്സപ്പിലും പത്രത്തിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇത് കിടന്ന് കത്തുക. എന്താ? വർഗീയമായ വിഭജനം ശരിതിരുണ്ടാവുക. ഇന്നിപ്പോൾ ചാനലൊക്കെ ചർച്ച വരുന്നത് എന്താ? ക്രിസ്ത്യൻ വോട്ട് എവിടെ പോവും, മുസ്ലിം വോട്ടിന് എന്ത് സംഭവിക്കും, നായർ വോട്ട് എങ്ങനെയാവും? കണ്ടോ? നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി എവിടെ പോയി? നിങ്ങളുടെ കോൺഗ്രസ് വോട്ട്, CPM വോട്ടൊക്കെ എവിടെ പോയി? ഈ തരത്തിൽ നമുക്ക് ആലോചിക്കാൻ വയ്യാത്ത മട്ടിൽ, നമുക്ക് നാണക്കേട് തോന്നുന്ന മട്ടിൽ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് നവമാധ്യമങ്ങളിലാണ്. ഞാൻ പണ്ടേ പറയാറുള്ള ഒരു കാര്യമാണ്, നടക്കില്ലെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് പറയാമല്ലോ. ഞാൻ സുക്കർബർഗിന് ഒരു മെസ്സേജ് അയച്ചിരുന്നു, അദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല. എന്നുവെച്ചാൽ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ യൂട്യൂബിലോ ഒക്കെ അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ഐഡൻറ്റിറ്റി, ആളുടെ വ്യക്തിത്വം കൃത്യമായി വെളിപ്പെടണം. നിങ്ങളുടെ പാസ്പോർട്ടിനോടോ നിങ്ങളുടെ ഇലക്ടോറൽ കാർഡിനോടോ നിങ്ങളുടെ ഫോൺ നമ്പറിനോടോ അത് ബന്ധിപ്പിക്കണം.
അപ്പം ആർക്കും ഏത് കള്ള ഐഡിയയിലിരുന്ന് എന്തും പറയാം. ഒളിത്താവളമാണത്. നിങ്ങൾക്ക് ഏത് തരത്തിൽ ഇപ്പോൾ ഇവിടെ നമ്മുടെ സാമൂഹ്യ ജീവിതം നശിപ്പിക്കുന്നത്, അതിനെ യുക്തിരഹിതമാക്കുന്നത്, അശാസ്ത്രീയമാക്കുന്നത് ആരാണ്? പ്രധാനമായിട്ടും ഇവരാണ്. അപ്പോൾ വലിയ തമാശ, കേരളത്തിൽ ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ട് ഞങ്ങളൊക്കെ സ്കൂളിലൊക്കെ ഒരുപടി കാര്യം. ഇപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. എൻ്റെ നാട്ടിൽ കരുവോട്ട അമ്പലം എന്നൊരു അമ്പലം നമ്മളെ വീടിനടുത്താണ്. അപ്പോൾ അതിനെപ്പറ്റി വലിയ പേടിയാണ് എല്ലാവർക്കും. അതിലെ പകൽ പോലും ഒറ്റയ്ക്ക് ആരും അതിൽ പോകില്ല, അവിടെ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ. അപ്പോൾ എനിക്ക് 7ാം ക്ലാസ് തൊട്ട് തന്നെ ഇതിനൊക്കെ പേടി തീരെ മാറി. അപ്പോൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഉമ്മ ചീത്ത പറയും, അവിടെ ഒറ്റയ്ക്ക് പോരും. ഇതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ മകൻ അയാൾ അലഹബാദ് NIT BTech പാസ്സായി അവിടെ TCS ജോലി ചെയ്യുമ്പോൾ ഒരു സ്ഥലം വന്നപ്പോൾ നാട്ടിലിപ്പോൾ ഒരു പുതിയ കഥയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ അമ്പലത്തിൽ നിന്ന് രാത്രി 11 മണി കഴിഞ്ഞാൽ ഒരു സ്ത്രീ പൂർണ്ണ നഗ്നയായിട്ട് ഇറങ്ങി വരും. അവൾക്ക് തലയ്ക്കിങ്ങനെ വിട്ടുകൊണ്ടിട്ടുണ്ട്, ഇതിലൂടെ ചോര വാർന്നൊരുകിയിട്ട് അവളിങ്ങനെ വരും. അത് കണ്ട് പേടിച്ചാൽ ഭ്രാന്തായി പോകുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഈ മകനോട് ചോദിച്ചു, എടോ ഇങ്ങനൊരു കഥയുണ്ട് ഇവിടെ നമ്മളെ വീടിനടുത്തത്, നീ അത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ. അപ്പോൾ അവൻ പറഞ്ഞ് ഉണ്ടാവുമായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഉണ്ടാവും. അത് ഇല്ല എന്ന് പറയാനുള്ള ശാസ്ത്രീയ ബോധം, യുക്തിബോധം ഇതൊക്കെ പഠിച്ച അയാൾ ഇതൊക്കെ കണക്കിലും സയൻസിലൊക്കെ 100 മാർക്ക് വാങ്ങി പാസ്സായിട്ടാണ് ഇവിടേക്ക് എത്തിയത്. അപ്പോൾ എന്ത് വന്നാലും ഒന്നുമില്ല. കാരണം എന്ത് അന്ധത, ഇപ്പോൾ വലിയ തമാശ എന്ന് വെച്ചാൽ ധനാകർഷണ യന്ത്രം എന്നൊരു ചരക്കുണ്ട്. അത് ഇത് സത്യമാണ്, ഇത് ഇവന് നിങ്ങൾക്ക് വെക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇവൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ പോരെ. അത് ആലോചിക്കാനുള്ളൊരു യുക്തിയില്ല. അപ്പം ഇങ്ങനെ ഈ തരത്തിൽ നമ്മുടെ ജീവിതം, രാഷ്ട്രീയ ജീവിതം, സാമൂഹ്യ ജീവിതം, മതജീവിതം എല്ലാം പൗരോഹിത്യത്തിൻ്റെയും പിന്തിരിപ്പൻ സ്വഭാവത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും ആണ്. പുരോഹിതന്മാർ എല്ലാ സമൂഹങ്ങളിലും, മുസ്ലിം സമൂഹത്തിലും ക്രിസ്ത്യൻ സമൂഹത്തിലും ഹിന്ദു ഒക്കെ ചൂഷണം ചെയ്യുക. പിന്നെ അത് അവർ സംഗതി എന്താ വന്നത്? മതക്കാർ രാഷ്ട്രീയം കളിക്കുക, രാഷ്ട്രീയക്കാർ മതം കളിക്കുക, ഈ 2 കൂട്ടരും കൂടി ലാഭക്കച്ചവടം നടത്തുക. ഇപ്പോൾ അറിയാൻ പറ്റില്ല കേരളത്തിൽ ഇപ്പോൾ ഏതാണ് മതം, ഏതാണ് രാഷ്ട്രീയം, ഏതാണ് കച്ചവടം എന്ന് തിരിയാത്ത മട്ടിൽ അതൊരു മിശ്രമായിരിക്കുക. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. മുഹമ്മദ് നബി മരിച്ചിട്ട് 1400 കൊല്ലമായി. കൃത്യമായിട്ട് പറഞ്ഞാൽ 632 അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിൻ്റെ തലമുടി പ്രതിഷ്ഠിക്കുന്ന പള്ളി ഇപ്പോഴാണ് കോഴിക്കോട്ട് വന്നത്. അത് ഭയങ്കര അഖിലേന്ത്യാ തീർത്ഥാടന കേന്ദ്രം ആയിക്കൊണ്ടിരിക്കുകയാണ്. അറിയിച്ചു. അപ്പോൾ അതിൽ കച്ചവടമുണ്ട്, മതമുണ്ട്. പിന്നെ അതിനെ എതിർക്കൂല, എന്താ കാര്യം? രാഷ്ട്രീയം ഉണ്ടതിൽ. കാരണം അത് ഒരു അന്ധവിശ്വാസം പരത്തുന്ന ഒരു കേന്ദ്രമാണ്, അത് നാടിന് ആപത്താണ് എന്നൊരു പാർട്ടിക്കാരും വല്ലതും ഉണ്ടായിരിക്കുക. അപ്പോൾ വാക്കുകൊണ്ട് അനുകൂലിക്കുകയോ മൗനം കൊണ്ട് അനുവദിക്കുകയോ ചെയ്യുന്ന മട്ടിൽ ഇവിടുത്തെ പൗരോഹിത്യം, ഇവിടുത്തെ മതകീയത വളരെയധികം ശക്തിപ്പെടുകയാണ്. അപ്പോൾ ഇതിനെതിരായിട്ടുള്ള ഒരു പ്രചാരവേല എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് എൻ്റെ വിചാരം. അതിലിപ്പോൾ എനിക്ക് ഈ സഭയോട് പറയാനുള്ളൊരു ചെറിയ കാര്യം, ഈ തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഉള്ള 1-2 പരിമിതികളെപ്പറ്റി നിങ്ങളെ ഓർപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, ഈ വിമർശനങ്ങളൊക്കെ തീർച്ചയായിട്ടും കഴിയുന്നത്ര പ്രകോപനം കുറച്ച് നടത്തണം. കാരണം പ്രകോപനം ഉണ്ടായാൽ മറ്റവരാ വിജയിക്കുക. കാരണം പ്രകോപിതരായി കഴിഞ്ഞാൽ പിന്നെ ഇവർ ഭയങ്കരമായി പ്രതിരോധത്തിൽ വരും. അതെന്താ എന്ന് ചോദിക്കും. യുക്തിയല്ലല്ലോ വർക്ക് ചെയ്യുന്നത്. കാരണം യുക്തിയില്ലാതെ മനസ്സിലാക്കി വെച്ചൊരു കാര്യം യുക്തി കൊണ്ട് നിങ്ങൾക്ക് പൊളിക്കാൻ വലിയ പ്രയാസം. പിന്നെ അനുഭവം കൊണ്ടൊക്കെ ഇത് പൊളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കറിയാം, MA കഴിയുന്നവരെ ഞാൻ ഒരു ചെറിയ ഭക്തനായിരുന്നു. കുട്ടിക്കാലത്ത് വലിയ ഭക്തനായിരുന്നു. ആ ഭക്തി ഇങ്ങനെ കുറഞ്ഞ് വന്നിട്ടാണ് പിന്നെ ഞാൻ ഇതൊന്നും വലിയ കാര്യമില്ല എന്ന് ആവുന്നത്. വലിയ പ്രയാസമാണ്. അപ്പോൾ എന്തിൻ്റെ പേരിലാണ്, എന്തിനു വേണ്ടിയാണ് ഒരു യുക്തിവാദി, ഒരു നിരീശ്വരവാദി, ഒരു നിർമ്മതവാദി, ഒരു ശാസ്ത്രീയ ബുദ്ധി പ്രചരിപ്പിക്കുന്ന ഒരാൾ സംസാരിക്കുന്നത്? അത് തീർച്ചയായിട്ടും ആ കേൾക്കുന്ന ആളോട് അല്ലെങ്കിൽ ഒരു സമൂഹത്തോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതിനകത്തുള്ള ആളുകളൊക്കെ എല്ലാവരും വില്ലന്മാരുണ്ടാവും, പുരോഹിതന്മാരൊക്കെ ഉണ്ടാവും. എല്ലാവരും വില്ലന്മാരല്ല, അവരുടെ കൂട്ടത്തിൽ ധാരാളം ഇരകളുണ്ട്
എന്ന് വിമർശിക്കുന്ന നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അവരും ഇരകളാണ്. കാരണം അവർ ഈ കുട്ടിക്കാലത്ത് അവരെങ്ങനെ പഠിപ്പിച്ചു, ഇങ്ങനെ പരിശീലിപ്പിച്ചു, പിന്നെ അതൊക്കെ അങ്ങനെ പിന്നെ അച്ഛൻ അങ്ങനെയാണ്, അല്ലെ ബാപ്പ അങ്ങനെയാണ്, വല്യാപ്പ അങ്ങനെയാണ്, അങ്ങനെ ഈ പാരമ്പര്യത്തിൻ്റെ ഭാരം പേരിട്ട് അവർ നിൽക്കുന്നത്. പിന്നെ ഒരാളെ വിമർശിക്കാൻ ഉള്ള പ്രാപ്തി, അതിൻ്റെ കഴിവ്, അതിൻ്റെ അർഹത നമുക്ക് തരുന്നത് അയാളോടുള്ള സ്നേഹമാണ് ഞാൻ വിചാരിക്കുന്നത്. സ്നേഹം ഉണ്ടെങ്കിലേ വിമർശിക്കാൻ പറ്റുള്ളൂ. സ്നേഹം കൊണ്ടാണ് വിമർശിക്കുന്നത്. അപ്പോൾ എത്ര കുറച്ച് പ്രകോപനം ഉണ്ടാക്കുന്നു, എത്ര കൂടുതൽ പ്രകോപനം ഉണ്ടാക്കുന്നു, അത്ര കൂടുതൽ അവർ ഡിഫൻസിലേക്ക് പോകും. വലിയ പ്രശ്നമാണ്. ഇത് കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ നമുക്കിത് പറയുകയും വേണം, പറയാതിരിക്കുകയും വേണം. പറഞ്ഞാൽ ഈ തരത്തിലാണ് ഭയങ്കരമായ റിട്ടാലിയേഷൻ ഉണ്ടാവും. അതൊക്കെ മാറുന്നുണ്ട്. ഇപ്പം അതിലൊരു പ്രധാനപ്പെട്ട കാര്യം വന്നത്, പണ്ട് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് പത്രങ്ങൾ ഒന്നും ഇത് കൊടുക്കൂല. ഇപ്പം പിന്നെ പത്രങ്ങളുടെ പ്രശ്നമില്ല. ഇത് യൂട്യൂബിലോ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഒക്കെ വരും. അത് വന്നിട്ട് ഇപ്പോൾ അവിടെ വലിയ തമാശ, നമ്മുടെ നാട്ടിൽ ഹിന്ദു പാരമ്പര്യത്തിലെ എല്ലാ അന്ധവിശ്വാസവും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും മനസ്സിലാവും. പക്ഷേ മുസ്ലിം പാരമ്പര്യത്തിലുള്ള അന്ധവിശ്വാസവും മുസ്ലിമിന് മനസ്സിലാവില്ല. ക്രിസ്ത്യൻ പാരമ്പര്യത്തിലെ എല്ലാ അന്ധവിശ്വാസവും മുസ്ലിമിന് മനസ്സിലാവും, തിരിച്ച് മനസ്സിലാവില്ല. നമ്മുടെ പാർട്ടിക്കാരന്മാരിയാണ്. അതായത് കോൺഗ്രസ് പാർട്ടിയിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ, അത് ഒരു അബദ്ധം ഒരു അന്യായം കാണിച്ചാൽ അത് കോൺഗ്രസ്സുകാരന് മനസ്സിലാവില്ല. മറ്റേ CPM കാണിച്ചാൽ അവന് മനസ്സിലാവും. അതുപോലെ CPM കാരനും. ഈ പാർട്ടിയും ഈ മതവും ജാതിയും ഒക്കെ നമ്മുടെ ചിന്താശേഷി നശിപ്പിക്കുകയും എന്താണ് മനസ്സിലാക്കേണ്ടത്, എന്താണ് പെരുമാറേണ്ടത്, എന്താണ് പ്രതികരിക്കേണ്ടത് എന്നുള്ളത് നശിപ്പിക്കുകയും ചെയ്യുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എങ്ങനെ പറഞ്ഞാലും പ്രകോപനമുണ്ട്. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്നത്, യുക്തി കൊണ്ട് മാത്രമായിട്ട് നമുക്ക് ജീവിതത്തെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. യുക്തി അതീതമായ കാര്യങ്ങളുണ്ട്, യുക്തിക്ക് പിടിതരാത്ത കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. എങ്ങനെ? ദൈവത്തെ വിശ്വസിക്കുന്നവൻ പമ്പര വിഡ്ഢി, ദൈവത്തെ വിശ്വസിക്കാത്തവൻ മഹാൻ. അങ്ങനെ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയ വളരെ കഷ്ടം തോന്നുന്നൊരു കാര്യമാണ്. ഇപ്പോൾ രവീന്ദ്രൻ്റെ ഒരു ഗാന്ധി വിരുദ്ധ പ്രസംഗമുണ്ട്, വെടിയേറ്റ വൻമരം എന്നിട്ട്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അതിൽ അദ്ദേഹം ഗാന്ധിക്കുള്ള ഏറ്റവും വലിയ കുറ്റമായിട്ട് പറഞ്ഞത് അദ്ദേഹത്തിന് ദൈവത്തിലും മതത്തിലും വിശ്വാസമുണ്ടെന്ന്. എതിർഭാഗത്ത് വെച്ചത് ഇത് രണ്ടും ഇല്ലാത്ത സവർക്കറെയാണ്. ആലോചിക്കേണ്ട കാര്യം അത്. സവർക്കർ നിരീശ്വരവാദിയാണ് എന്നുള്ളത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൻ്റെ നന്മയാണോ എന്ന് ആലോചിക്കണം. സവർക്കർ ഹിന്ദുത്വ ആശയത്തിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് ജാതിയെ പിന്തുണയ്ക്കാൻ പറ്റില്ല. കാരണം ഹിന്ദു സമാജത്തെ മുഴുവൻ ഏകീകരിക്കാൻ അദ്ദേഹം നടക്കുന്നത്. ഇപ്പോൾ മുഹമ്മദ് അലി ജിന്ന അതേ ഒരു മതം അനുഷ്ഠിച്ചിരുന്നില്ല. അതുകൊണ്ട് എന്താ? അദ്ദേഹം ദൈവത്തിന് വിശ്വാസം ഉണ്ടായിരിക്കാം. പക്ഷേ ഇന്ത്യ വിഭജിച്ചതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുള്ള ഒരാളാണ് ജിന്ന. അപ്പോൾ ജിന്ന മദ്യപിച്ചിരുന്നു, ജിന്ന പന്നിയിറച്ചി കഴിച്ചിരുന്നു, അദ്ദേഹം നോമ്പ് നോറ്റിരുന്നില്ല, അദ്ദേഹം മതം അനുഷ്ഠിച്ചിരുന്നില്ല, ഒരു മുസ്ലിം അല്ലാത്തൊരു പെണ്ണിനെയാണ് പ്രേമിച്ച് കല്യാണം കഴിച്ചത് എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഒരു വിശേഷമില്ല. അപ്പോൾ ആ പ്രസംഗം വളരെ അപകടം പിടിച്ച, കാരണം ഗാന്ധിയെ നിന്ദിച്ചിട്ട് ഗാന്ധിവധം വലിയ കുഴപ്പമില്ലാത്തൊരു സാധനമാണ് എന്ന തരത്തിൽ ഒരു നടത്തി. അത് ലക്ഷക്കണക്കിന് ആൾ കാണുന്നു, അതൊരു പുസ്തകമായിട്ട് അച്ചടിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഗാന്ധി ഒരു തെറ്റും പറ്റാത്ത ആളാണോ? അങ്ങനെയൊന്നല്ല. ഗാന്ധി മനുഷ്യനാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം ഏറ്റു പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഒരിക്കലും അദ്ദേഹം പറഞ്ഞത് എൻ്റെ തെറ്റ് എന്നല്ല പറഞ്ഞത്, എൻ്റെ ഹിമാലയൻ അബദ്ധം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഗാന്ധിയുടെ ഒരു രീതി പറയാം. നിങ്ങൾ പലരും കേട്ടിരിക്കാനായിട്ടുള്ളൊരു പേരാണ് ചാൾസ് ബ്രാഡ്ലോ. അദ്ദേഹം ബ്രിട്ടീഷുകാരനാണ്, വലിയ നിരീശ്വരവാദിയാണ്, നിർമ്മതവാദിയാണ്, ദൈവത്തിനും മതത്തിനെതിരായിട്ട് നിരന്തരം പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്ത ആളാണ്, വലിയ ചിന്തകനാണ്. അദ്ദേഹമാണ് 1866 ഇംഗ്ലണ്ടിലെ ആദ്യത്തെ സെക്കുലർ സൊസൈറ്റി, എന്ന് അദ്ദേഹം പേരിട്ടത് നാഷണൽ സെക്കുലർ സൊസൈറ്റി, NSS എന്ന്. കാരണം 1851 ജോർജ് കീലോക്ക് സെക്കുലർ എന്നുള്ള പദം രൂപീകരിക്കുന്നത്. ഇദ്ദേഹം അത് കണ്ടുപിടിച്ചു.
അല്ല, കെയ്ലോക്ക് അത് ആ പദം കണ്ടുപിടിച്ചു. ഇദ്ദേഹം ഒരു സൊസൈറ്റി ഉണ്ടാക്കി. ഇദ്ദേഹമാണ് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെടുന്ന നിരീശ്വരവാദി. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാൻ നേരത്ത് ദൈവത്തിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ എന്ന് വിസമ്മതിച്ചു. അദ്ദേഹത്തിന് കേസ് നടത്തി. അങ്ങനെയാണ് ദൃഢപ്രതിജ്ഞ എന്നുള്ളൊരു സംഗതി ലോകത്ത് മുഴുവൻ വരുന്നത്. ചാൾസ് ബ്രാഡ്ലോ മരിക്കുന്നത് 1891. അന്ന് സാഹചര്യവശാൽ ഗാന്ധി അവിടെയുണ്ട്. അദ്ദേഹം മരിച്ചത് വലിയ കൗതുകമാണ്. ജനുവരി 30 ബ്രാഡ്ലോ മരിക്കുന്നത്. ഗാന്ധി മരിച്ച അതേ ദിവസം. ഗാന്ധി പിന്നെ 48 ഗാന്ധി കൊല്ലപ്പെടുന്നത്. ഈ ശവസംസ്കാര ചടങ്ങിൽ ഗാന്ധി പങ്കെടുത്തു. അതിനെപ്പറ്റി പിന്നീട് പത്രക്കാരോ ചോദിച്ചു. ചാൾസ് ബ്രാഡ്ലോ ഒരു നിരീശ്വരവാദിയും വളരെ പ്രമുഖനായ നിർമ്മതവാദിയും എത്തീസത്തിന് വേണ്ടി ഇംഗ്ലണ്ടിൽ വലിയ പ്രചാരണം നടത്തിയ ആളുമാണ്. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ അങ്ങ് എന്തുകൊണ്ട് പങ്കെടുത്തു? അപ്പോൾ ഗാന്ധി പറഞ്ഞത്, അന്ന് ഗാന്ധി പഠിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ഫൈനൽ ഇയറാണ് 1891. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ദൈവത്തിൻ്റെ സ്ഥാനത്ത് യുക്തിയെ പ്രതിഷ്ഠിച്ച ആളാണ്. അതുകൊണ്ട് ഞാൻ പോയത്. കാരണം ബ്രാഡ്ലോ വളരെ സത്യസന്ധനായി ജീവിച്ചു, ധീരനായിട്ട് ജീവിച്ചു. അദ്ദേഹത്തിന് സത്യമാണ് എന്ന് തോന്നിയത് പറയാൻ വേണ്ടി അദ്ദേഹം ജീവിതം മുഴുവൻ പോരാടി. അത്ര വലിയൊരു മനുഷ്യൻ്റെ സംസ്കാര ചടങ്ങിൽ ഞാൻ പങ്കെടുക്കണം എന്ന് വിചാരിച്ച് ഞാൻ പോയി. മാത്രമല്ല, ലണ്ടനിലെ അനേകം വൈദികരും കന്യാസ്ത്രീകളും ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എന്ന് ഗാന്ധി പറഞ്ഞു. അപ്പോൾ ദൈവം എന്ന് എല്ലാവരും പറയുന്ന ഒരേ വാക്കല്ല. ഗാന്ധി ഒരിക്കൽ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ദൈവം സത്യമാണെന്ന്. ഇന്ന് ഞാൻ അത് മാറ്റി പറയുന്നു, സത്യമാണ് ദൈവം. ദൈവം സത്യമാണെന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ടെന്ന് അർത്ഥമാവുള്ളൂ. സത്യമാണ് ദൈവം എന്ന് പറഞ്ഞാൽ വേറെ ദൈവമല്ല എന്നാണ്. അപ്പോൾ സത്യം എന്നുള്ളൊരു മൂല്യം, അഹിംസ എന്നുള്ളൊരു മൂല്യം, സ്നേഹം എന്നുള്ളൊരു മൂല്യം നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. പിന്നെ സാമൂഹ്യ ജീവിതം സാധ്യമാവില്ല. ഇതൊക്കെ സാധാരണ യുക്തി കൊണ്ട് സ്ഥാപിക്കാവുന്ന കാര്യങ്ങളല്ല. അപ്പോൾ നീതി എന്നുള്ള നമുക്ക് സാധാരണ യുക്തി കൊണ്ട് സ്ഥാപിക്കാം. എന്താ നീതി? ഒന്നുമില്ല. നിങ്ങൾക്ക് വരാൻ പാടില്ലാത്തത് നിങ്ങൾ വേറൊരാൾക്ക് കൊടുക്കരുത്. മഹാഭാരതത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മഹാഭാരതത്തിൽ പറഞ്ഞത് അവനവന് വരരുത് എന്ന് അവനവൻ വിചാരിക്കുന്നത് വേറെ ആൾക്ക് കൊടുക്കരുത്. ഇത്രയുമാണ് ധർമ്മം, ബാക്കിയെല്ലാം ഇഷ്ടം പോലെ എന്ന് പറയും അവസാന ഭാഗത്ത് മഹാഭാരതത്തിൽ. അപ്പോൾ ഞാൻ പറയുന്നത്, നീതിക്ക് ഈ തരത്തിൽ ഒരു യുക്തി, സാധാരണ യുക്തിയെ നമുക്ക് കൊണ്ടുവരാം. പക്ഷേ സ്നേഹത്തിന് സാമാന്യമായ യുക്തി കൊണ്ട് വിശദീകരിക്കാൻ വിഷമമാണ്. ത്യാഗത്തിന് എന്താണ് നമുക്ക് യുക്തി കൊണ്ട് വിശദീകരിക്കാൻ സാധിക്കുക? പോട്ടെ, ജീവിതത്തിൽ ഭാഗ്യം എന്നൊരു സാധനമുണ്ട്. അത് യുക്തി കൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയുമോ? ഒരാൾ എന്തുകൊണ്ടാണ് അന്ധനായിട്ട് ജനിക്കുന്നത്? ഒരാൾ എന്തുകൊണ്ടാണ് ദരിദ്രനായിട്ട് ജനിക്കുന്നത്? അപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. അപ്പം ഇവിടെ മമ്മൂട്ടിയുടെ നാടല്ലേ, മമ്മൂട്ടി ഞാൻ ഒരേ പ്രായം. അദ്ദേഹം വളരെ സുന്ദരനായി ജനിച്ചു, ഞാൻ ഒരു സൗന്ദര്യമില്ലാതെ ജനിച്ചു. ഞാൻ വല്ല കുറ്റം ചെയ്തിട്ടാണോ? ഇതിപ്പോൾ ദൈവവിശ്വാസിക്ക് ദൈവമാണെന്ന് പറയാം. അപ്പോൾ ദൈവവിശ്വാസം ഇല്ലാത്ത നമ്മളെന്ത് പറയും? അപ്പോൾ ഭാഗ്യം എന്നൊരു സാധനമുണ്ട്, യാദൃച്ഛികത എന്നൊരു സാധനമുണ്ട്. ഇപ്പം ഞാൻ ഏതെങ്കിലും ദുബായിലെ ഒരു പണക്കാരനായ അറേബ്യൻ ഷെയ്ഖിൻ്റെ മകനായിട്ട് ജനിച്ചിരുന്നെങ്കിലോ, അല്ലെങ്കിൽ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ മകനായിട്ട് ജനിച്ചിരുന്നെങ്കിലോ? അപ്പം ഇത് വിശദീകരിക്കാൻ സാധിക്കുകയില്ല. ജീവിതത്തിലെ ഭാഗ്യം എന്ന് പറയുന്ന സാധനം ഒരു യുക്തി കൊണ്ടും ആർക്കും വിശദീകരിക്കാൻ സാധിക്കില്ല. അങ്ങനെ ജീവിതത്തിൽ യാദൃച്ഛികമായ കാര്യങ്ങളുണ്ട്. അതിനിപ്പോൾ വിശ്വാസികളുടെ ദൈവാധീനം എന്ന് പറയും, അല്ലാത്തൊരു പ്രകൃതി എന്ന് പറയും, അല്ലെങ്കിൽ യാദൃച്ഛികത എന്ന് പറയും. ഇപ്പോൾ ദൈവാധീനം എന്ന് പറയാത്ത ഒരാളാണ് ഞാൻ. എന്താണ് ഭാഗ്യം എന്നൊരു സംഗതി ഉണ്ട്. നിങ്ങൾക്ക് എത്ര കഴിവുണ്ടെങ്കിലും, നിങ്ങൾ എത്ര അധ്വാനിച്ചാലും ചിലപ്പോൾ നിങ്ങൾ നേരെയാവും. മറ്റേ ആ കുട്ടി പറഞ്ഞില്ലേ, ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. ഇപ്പോൾ യേശുദാസിൻ്റെ മാതിരി പാടാൻ കഴിയുന്ന 1000 ആളെങ്കിലും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അവരാരും യേശുദാസായിട്ടില്ല. മമ്മൂട്ടിയുടെ മാതിരി അഭിനയിക്കാൻ കഴിയുന്ന 1000 ആളുണ്ടാവും. അവരാരും മമ്മൂട്ടിയോ മോഹൻലാലോ ഒന്നും ആയിട്ടില്ല. അങ്ങനെ ഒരുപടി ഘടകങ്ങളുണ്ട് ജീവിതത്തിൽ. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു നിലപാട്, ഒരു പ്രവർത്തനം, ഒരു പ്രചരണം, ഒരു പ്രബോധനം ആണ് വേണ്ടത് എന്ന് നമുക്കൊരു കരുതൽ വേണമെന്ന് ഞാൻ പറയും. ഏറ്റവും വലിയ മൂല്യം എന്താണ്? അത് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് സ്നേഹമാണ്. കാരണം സ്നേഹത്തിൽ നിന്നാണ് ഈ
സത്യം എന്നുള്ളൊരു മൂല്യം ഉണ്ടാകുന്നത്. കാരണം ഇഷ്ടമുള്ള ഒരാളോട് നമ്മൾ കള്ളം പറയില്ല. നമ്മളോട് കള്ളം പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. വളരെ ലളിതമാണത്, വളരെ ലളിതമാണ്. ഈ മതങ്ങളൊക്കെ ഇതിനെ വലിയ മൂല്യമായിട്ട് പറയും, അവരത് പറയുള്ളൂ, പാലിക്കില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ഒരു വചനം, സത്യം നിന്നെ സ്വതന്ത്രനാക്കുന്ന, ഇത് പറഞ്ഞ് നമ്മൾ ഈ കേട്ടോ വേറിട്ട് മനസ്സിലാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ക്രിസ്ത്യാനിറ്റിയും ചർച്ച്യാനിറ്റിയും രണ്ടാണ്. ഈ ചർച്ച്യാനിറ്റിയാണ് നമ്മൾ വിമർശിക്കേണ്ടത്. അപ്പോൾ എന്നോട് ഞാൻ ന്യൂയോർക്കിൽ ഒരു മീറ്റിങ്ങിൽ ഞാൻ സംസാരിക്കുമ്പോൾ അവിടുത്തെ എൻ്റെ സുഹൃത്ത് പൗലോസ് എണീറ്റ് നിന്ന്, മാഷ് എന്താണ് സോക്രട്ടീസിൻ്റെ കൂട്ടത്തിൽ ക്രിസ്തുവിനെ പറയുന്നതെന്ന് ചോദിച്ചു. എനിക്ക് എന്താ പൗലോസേ, ക്രിസ്തു ജീവിച്ചിരുന്നതിന് തെളിവൊന്നുമില്ല. ഞാൻ പറഞ്ഞു വേണ്ട, ക്രിസ്തു ജീവിച്ചിരുന്നതിന് തെളിവില്ലെങ്കിൽ ബൈബിളിലൊരു കഥാപാത്രമാണല്ലോ. ഇപ്പോൾ ശ്രീരാമൻ ജീവിച്ചിരുന്നതിന് തെളിവുണ്ടോ? ഒരു തെളിവ് അന്വേഷിക്കുന്ന പണിയല്ല. കാരണം ഇതിനകത്തുള്ളത് ഇപ്പോൾ ക്രിസ്തു ജീവിച്ചിരുന്നോ ഇല്ലേ എന്നുള്ളതിനേക്കാൾ എന്നെ സംബന്ധിച്ച് പ്രധാനം എന്താണ്, ക്രിസ്തു എന്നൊരു കഥാപാത്രമുണ്ട്. എവിടെ? ബൈബിളിലുണ്ട്. അതൊരു സാഹിത്യകൃതിയായിട്ടാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആ കഥാപാത്രത്തിൻ്റെ പെരുമാറ്റം, ആ കഥാപാത്രത്തിൻ്റെ സംഭാഷണം, അദ്ദേഹത്തിൻ്റെ പ്രതികരണം, അദ്ദേഹത്തിൻ്റെ പ്രതിഫലനം, ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ തരത്തിൽ മൂല്യങ്ങളെപ്പറ്റി വളരെ വളരെ പ്രധാനപ്പെട്ട ഇന്നിപ്പോൾ എന്താണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പറ്റുന്നത്? അഴിമതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ വന്നൊരു വാർത്ത എന്താണ്, ഇവിടെ ആഗോള അയ്യപ്പ സംഗമം ആരാ സംഘടിപ്പിക്കുന്നത്? ഇവിടുത്തെ ഇടതുപക്ഷം സംഘടിപ്പിക്കുക. ആഗോള അയ്യപ്പ സംഗമം. എന്താ പ്രശ്നം? കോടതി വിധി നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ ചില വിഭാഗങ്ങൾക്ക് അവരെപ്പറ്റി പരാതി ഉണ്ടായി. ചെയ്തത് വലിയ അന്യായം. എന്താ കാരണം വെച്ചാൽ കോടതിയോട് പറയേണ്ടിയിരുന്നത് എന്താണ്, ഇത് കേരളത്തിലെ നൂറ്റാണ്ടുകളായിട്ടുള്ളൊരു നടപ്പാണ്, അതിന് ഞങ്ങൾക്ക് കുറച്ച് സമയം വേണമെന്ന് പറയണം. എന്നിട്ട് ഇവിടുത്തെ എല്ലാ പാർട്ടിക്കാരെയും ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാക്കി ഒരു കോൺസെൻസസ് നമ്മൾ പറയുമല്ലോ, അതൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ഇത് പ്രവേശനം കൊടുക്കാൻ. അതിന് പകരം പോലീസിനെ ഉപയോഗിച്ച് രാത്രി 1:30 മണിക്ക് ബിന്ദു അമ്മണി അവിടെ കയറ്റിയാൽ നവോത്ഥാനാവുമോ? അല്ല, ഒരു യുക്തിയില്ലല്ലോ. നവോത്ഥാനം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് അതാണ് ഞാൻ പറയുന്നത്, ഈ ബോധവൽക്കരണം. ഇപ്പോൾ എനിക്ക് വളരെ കഷ്ടം തോന്നുകയാണ്, ഈ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ യുക്തിവിഹാരം എന്നുള്ള പുസ്തകം, അല്ലെ MC ജോസഫ്, അല്ലെങ്കിൽ മരിച്ചുപോയ എൻ്റെ സുഹൃത്ത് പവനൻ, അല്ലെങ്കിൽ കലാനാഥൻ, ഇവരൊക്കെ അല്ലെ ജബ്ബാർ മാഷ്, ഇവരൊക്കെ എടുത്ത പണി മുഴുവൻ നശിപ്പിക്കുന്ന മട്ടിൽ, അത് മുഴുവൻ ഇല്ലാതെയാക്കുന്ന മട്ടിൽ രാഷ്ട്രീയക്കാരും പുരോഹിതന്മാരും കൂടി ഒരു മുന്നണിയായിട്ട് ഇപ്പോൾ വരികയാണ്. വളരെ ഭീകരമാണത്. എന്നുവെച്ചാൽ ഇവർ പണ്ട് പുരോഹിതന്മാർക്ക് പിന്നെ സ്ഥാനം കൂടി വരിക. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, എല്ലാ നാട്ടിലും. ഇപ്പോൾ ഞാൻ ഓസ്ട്രേലിയയിൽ പോയിരുന്നു. അവിടെ ഇപ്പോൾ എന്താണ്, അവിടെ കുടിയേറ്റക്കാർക്കെതിരായിട്ടൊരു സംഗതി വന്നിട്ട് വളരെ തീവ്രവാദപരമായൊരു പാർട്ടി ഉണ്ടാവുന്നു, വൺ നേഷൻ ആ പാർട്ടിയുടെ പേര്. അതിൻ്റെ ഒരു വനിതാ നേതാവ്, ഞാൻ പാർലമെൻറ്റ് കാണാൻ പോയിരുന്നു, അവർ പ്രസംഗിക്കുന്നു, വളരെ ഭീകരമായ പ്രശ്നം. ന്യൂസിലാൻഡിൽ ഈ തരത്തിൽ മുസ്ലിം പള്ളിയിൽ അക്രമം, അതിന് പ്രതികാരമായിട്ട് സിലോണിൽ മുസ്ലിങ്ങളുടെ തീവ്രവാദികൾ ഒരു ചർച്ച് ആക്രമിക്കുന്നു. ഇപ്പോൾ മ്യാൻമറിൽ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ ദ്രോഹിക്കുന്നു. അപ്പോൾ മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ എന്തൊരു നമ്മളെങ്ങനെ പിന്നോട്ട് പോകുന്നത് എന്നുള്ളതിന് ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോൾ ഇതിന് മുമ്പത്തെ തവണ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിൽ വന്നപ്പോൾ അവർ ചെയ്ത പ്രധാനപ്പെട്ട ഒരു പണി മ്യാൻമറിലെ ബുദ്ധ പ്രതിമകൾ തകർത്ത് കളയാണ്. ഡൈനാമിറ്റ് വെച്ച് തകർത്തു. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അഫ്ഗാനിസ്ഥാനിൽ 3ാം ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ്റെ കാലത്ത് മുസ്ലിങ്ങൾ കീഴടക്കിയതാണ്. 7ാം നൂറ്റാണ്ടിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അന്ന് ആ പ്രതിമ അവിടെ ഉണ്ട്. ഈ 2000 കൊല്ലമായി അവിടെ നിലനിന്ന ആ ഒരു പ്രതിമയാണ് മുല്ല ഉമറിൻ്റെ ഭരണം ഡൈനാമിറ്റ് ചെയ്ത് തകർത്തത്. കണ്ടോ എത്ര പിന്നോട്ടാ പോണത്. ഒരു പ്രതിമ അവിടെ വെച്ചിട്ട് എന്താ, നിങ്ങൾ ആരാധിക്കണ്ട, അവിടെ ഇരുന്നോട്ടെ. അത് ചരിത്രമല്ലേ, അത് കലയല്ലേ. ഇപ്പോൾ ഹഗിയ സോഫിയ പള്ളി എവിടെ? തുർക്കിയിൽ. അവിടെ 10 നൂറ്റാണ്ട് മുമ്പ് ക്രിസ്ത്യാനികൾ പണിത പള്ളി 5-6 നൂറ്റാണ്ട് പിന്നെ മുസ്ലിങ്ങൾ ഭരിക്കുമ്പോൾ അവർ ആ ഹഗിയ സോഫിയ എന്നുള്ള മനോഹരമായ ക്രിസ്ത്യൻ ദേവാലയം മുസ്ലിം ദേവാലയമാക്കി മാറ്റി. 1923 മുസ്ലിം ലോകത്തെ ആദ്യത്തെ സെക്കുലർ ഭരണം കൊണ്ടുവരികയാണ് കമാൽ പാഷ, മുസ്തഫ കമാൽ.
അദ്ദേഹത്തെ അവർ ആദരിച്ച് വിളിച്ചിരുന്നത് അത്താതുർക്ക് എന്നാണ്. വാക്കിൻ്റെ അർത്ഥം തുർക്കിയുടെ പിതാവ് എന്ന്, അത്താതുർക്ക്. അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ വലിയ കലാഭംഗിയുള്ള ശില്പങ്ങളുണ്ട്, ചുമരിൽ ചിത്രങ്ങളുണ്ട്, പലതുണ്ട്, പഴയ പെയിൻറ്റിംഗ് ഒക്കെ ഉണ്ട്, അതിൻ്റെ ശില്പമൊക്കെ വളരെ മനോഹരമാണ്. അദ്ദേഹം അത് ഒരു മ്യൂസിയമായിട്ട് പ്രഖ്യാപിച്ചു. ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും അല്ലാത്തവർക്കും നിരീശ്വരവാദികൾക്കും നിർമ്മതവാദികൾക്കൊക്കെ പോയി കാണാവുന്ന മ്യൂസിയമായിട്ട് പ്രഖ്യാപിച്ചു. 1935. ഇപ്പോൾ അവിടുത്തെ ലോകത്തിലെ ഭരണാധികാരികളിൽ മുസ്ലിം മതമൗലികവാദത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രതീകം ആരാന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നു അത് തുർക്കിയിലെ ഉർദുഗാനാണ്. അദ്ദേഹം അത് മുസ്ലിം പള്ളിയാക്കി മാറ്റി. എന്നിട്ട് അവിടെ അദ്ദേഹം നിസ്കരിക്കുന്നതിൻ്റെ ഫോട്ടോ ലോകത്തെ മുഴുവൻ പത്രങ്ങളിൽ വരിക ഉണ്ടോ. ഇവിടെ മാത്രമല്ല, അപ്പോൾ അഫ്ഗാനിസ്ഥാനിലും തുർക്കിയിലൊക്കെ ഈ തരത്തിലുള്ള ഭയങ്കരമായ തിരിച്ചുപോക്ക്. ഉർദുഗാന് വേണ്ടത് പഴയ വാക്കുപയോഗിച്ച് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക ഖിലാഫത്ത് നടപ്പാക്കുകയാണ്. അദ്ദേഹം ലോകത്തിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും ഒരു നായകനായിട്ടാണ് അദ്ദേഹം ഭാവിക്കുന്നത്. ജനാധിപത്യത്തോട് ചെയ്തത് എന്താണെന്ന് അറിയാം നിങ്ങൾ? അവിടുത്തെ തുർക്കിയിലെ പഴയ ഭരണഘടനയാണ്. അതനുസരിച്ച് തുടർച്ചയായിട്ട് 2 വട്ടം മാത്രമേ ഒരാൾക്ക് പ്രധാനമന്ത്രി ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ പ്രധാനമന്ത്രി സ്ഥാനത്തിൻ്റെ അവസാനത്തിൽ അവിടുത്തെ ഭരണഘടന തന്നെ മാറ്റി. ഉർദുഗാൻ എന്താക്കി? അത് പ്രസിഡൻഷ്യൽ ഭരണമാക്കി. അപ്പോൾ അദ്ദേഹം 2ാം വട്ടം പ്രസിഡൻ്റായി. ഇനി അദ്ദേഹത്തിന് എത്ര വട്ടം പ്രസിഡൻ്റ് ആവാം. കാരണം അദ്ദേഹം ഈ മതമൗലികവാദം പറയുന്ന ഒരാളാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ടുണീഷ്യയിൽ ആരംഭിച്ചതായിരുന്നു ജാസ്മിൻ റവല്യൂഷൻ എന്ന് പേരുള്ള അറബ് വസന്തം. അവിടുത്തെ ജനങ്ങൾ ഭരണാധികാരികൾക്കെതിരെ എഴുതാണ്. സൈനുലാബ്ദീൻ അലി എന്ന് പറയുന്ന അവിടുത്തെ 23 കൊല്ലം പ്രസിഡൻ്റായിരുന്ന ഭരണാധികാരിക്കെതിരായിട്ട് ജനങ്ങൾ ഇളകി. അത് പടർന്നു, ഈജിപ്തിലേക്ക് പടർന്നു. അവിടെ ഉള്ള 30 കൊല്ലമായിട്ട് ഭരിക്കുന്ന പ്രസിഡന്റിനെ മാറ്റി ലിബിയയിലേക്ക് പടർന്നു. 42 കൊല്ലമായിട്ട് അവിടെയുള്ള മുഹമ്മദ് ഗദ്ദാഫിയെ ജനങ്ങൾ കൊന്നു. പക്ഷെ എന്ത് പറ്റിയെന്നറിയോ? ഇതിൻ്റെ ഇടയ്ക്ക് മതമൗലികവാദം, മതപൗരോഹിത്യം ആ സമരം മുഴുവൻ ശരിക്കും തട്ടിയെടുത്തു, ഹൈജാക്ക് ചെയ്തു. അവിടെ പഴയമാതിരി തന്നെ രാജാധിപത്യവും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഈജിപ്തിൽ പിന്നെ വന്നത്, അവിടെ പ്രസിഡൻ്റായിട്ട് വന്നത് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു അപര രൂപം എന്ന് പറയാവുന്ന അവിടുത്തെ ഇഖ്വാനുൽ മുസ്ലിമൂൻ, മുസ്ലിം ബ്രദർഹുഡിൻ്റെ ആശയമുള്ള ആളാണ്. ഗനൂഷി എന്ന് പറഞ്ഞ് ടുണീഷ്യയിൽ വന്ന ആളും ഈ ഇഖ്വാനിയാണ്. എന്ന് വെച്ചാൽ ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാമിക് റിപ്പബ്ലിക്. ഇവിടെ ഇപ്പം ജമാഅത്ത് ഇസ്ലാമി കേരളത്തിൽ പറയുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക്. ആ റിപ്പബ്ലിക് വന്നു. ഇവിടെ ആദ്യത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക് പ്രഖ്യാപിക്കുന്നത്, ആ വാക്ക് ഉപയോഗിക്കുന്നത് ഇറാനിലാണ് 1979. നേരത്തെ തന്നെ 47 ലോകത്തിൽ ആദ്യമായിട്ട് മതത്തിൻ്റെ പേരിൽ രാഷ്ട്രം ഉണ്ടാവുന്നത്. അത് ഇന്ത്യ വിഭജിച്ചിട്ട് പാകിസ്ഥാൻ ഉണ്ടാവും 47. അത് ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞിങ്ങനെ വന്ന് ഇപ്പോൾ അവരും ഇസ്ലാമിക് റിപ്പബ്ലിക്കായി. ഭാഗ്യവശാൽ പാകിസ്ഥാനിൽ BNP ഭൂരിപക്ഷം നേടി. അവിടെ മരിച്ചുപോയ ഖലിദാസയുടെ മകൻ താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയാവുന്നതാണ് ഇപ്പോൾ ഇന്ന് രാവിലത്തെ പത്രത്തിൽ കണ്ടത്. ജമാഅത്ത് ഇസ്ലാമി അവിടെ 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തേക്ക് പോയി. ഞാൻ എന്താ പറഞ്ഞേ? അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ അറിയാനല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, മനസ്സിലായി. വലിയ സന്തോഷമായി ജോർജ്. ബംഗ്ലാദേശ്, അതിപ്പം രാഷ്ട്രീയക്കാരാണെങ്കിൽ അത് നിങ്ങൾ വളച്ചൊടിച്ചതാന്ന് പറയും. അല്ലെങ്കിൽ കൂടി വന്നാൽ എന്താ പറയുക, തെറ്റുവരും. എനിക്ക് തെറ്റുപറ്റി, ഇത്രയുള്ള മനുഷ്യന് തെറ്റുപറ്റും. മനുഷ്യന് നാക്കുപിഴ വരും, ഓർമ്മത്തെറ്റ് വരും, അബദ്ധം വരും. മനുഷ്യന്മാരിങ്ങനെയൊക്കെയാണ്. അപ്പോൾ ബംഗ്ലാദേശ് വലിയ സങ്കടം കേട്ടോ. അതായത് മുജീബുർ റഹ്മാൻ അവിടെ ഇപ്പോൾ ഷേഖ് ഹസീന അവർ 15 കൊല്ലം തുടർച്ചയായിട്ട് ഭരിച്ചപ്പോൾ പല തരത്തിലുള്ള ഏകാധിപത്യ സ്വഭാവം കാണിച്ചിട്ടാണ് അവിടെ അങ്ങനെ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളൊക്കെ ഇളകിയിട്ട് അവരെ അവിടുന്ന് ഓടിച്ചത്. ഇനിയിപ്പോൾ ഇന്ത്യക്ക് വലിയ ഒരു ശത്രുവായിട്ട് വരാൻ പോവാണ്. നേരത്തെ തന്നെ വലിയ സന്തോഷമൊന്നുമില്ല, അവിടെ ഇരിക്കട്ടെ, പോട്ടെ. ഞാൻ പറയുന്നത് മതം, ജാതി, ഈ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ മുഴുവൻ എല്ലാ നാട്ടിലും തിരിച്ചു വരുന്നത് ഞാൻ പറയുന്നത്. അപ്പോൾ ശാസ്ത്രീയ ബോധത്തെപ്പറ്റിയോ യുക്തിവാദത്തെപ്പറ്റിയോ നിരീശ്വരവാദത്തെപ്പറ്റിയോ നിർമ്മതവാദത്തെപ്പറ്റിയോ ഒക്കെ സംസാരിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തം വളരെ കൂടുകയാണ്. കേരളത്തിൽ അത് എനിക്ക് സത്യമായിട്ട് ഞാൻ പറയാം, ഈ കുട്ടിക്കാലത്ത് ഞങ്ങൾക്കൊക്കെ എന്തൊരു ആവേശമായിരുന്നു.
വയലാറിൻ്റെ സിനിമയ്ക്ക് വേണ്ടി വയലാർ എഴുതുന്നൊരു പ്രണയഗാനത്തിൽ പോലും ഈ തരത്തിലുള്ള ശാസ്ത്രബോധത്തിൻ്റെയും യുക്തിചിന്തയുടെയും മതവിമർശനത്തിൻ്റെയും ഒക്കെ ധാരാളം വരികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് ആവേശം കൊണ്ടാണ് ഞങ്ങളൊക്കെ വളർന്ന്. ഇപ്പോൾ എൻ്റെ മക്കളുടെ കാലം വന്നപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഇനി ഭാഗ്യവശാൽ കുറച്ച് കാലമേ ഉള്ളൂ. കാരണം കേട്ടോ, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്ന കാലത്ത് ജീവിച്ചിരിക്കണമെന്നില്ലാത്ത ഒരാളാണ് ഞാൻ. അത്രയും എനിക്ക് താങ്ങാൻ വയ്യ. കാരണം ഒരു മതേതര രാഷ്ട്രത്തിൽ ജനിച്ചിട്ട് ഞാൻ ഒരു മതരാഷ്ട്രത്തിൽ മരിച്ചു പോകുക എന്ന് പറയുന്നത് എന്തൊരു മാനക്കേടാന്ന് ആലോചിച്ചു. ഇപ്പോൾ എനിക്കറിഞ്ഞൂടാ, ഒരു 2/3 ഭൂരിപക്ഷം കിട്ടിയിട്ട് ഭരണഘടനയിൽ 76 ഇന്ദിരാഗാന്ധി എഴുതി ചേർത്ത സെക്കുലർ എന്നും സോഷ്യലിസ്റ്റ് എന്നുള്ള വാക്കുകൾ വെട്ടിക്കളയാൻ അവർക്കെന്താ പ്രയാസം വരിക? ഒന്നാം മോദി ഗവൺമെൻറ്റിൽ രാജ്യരക്ഷാ മന്ത്രിയായിരുന്ന രാജ്നാഥ് സിംഗ് ചോദിച്ചിരുന്നു, എന്തിനാണ് ആ വാക്ക് എഴുതി ചേർത്തത്? അത് പറയാനുണ്ട്. കാരണം അടിയന്തരാവസ്ഥ, കാരണം അത് നേരത്തെ നമ്മുടെ ഭരണഘടന ഉണ്ടാവുന്ന സമയത്ത് ചിലർ പറഞ്ഞിരുന്നു, അല്ല അസംബ്ലിയിലെ മെമ്പർമാരെന്നെ പറഞ്ഞിരുന്നു, അത് തുടങ്ങുമ്പോൾ ദൈവനാമത്തിൽ എന്ന് പറഞ്ഞ് തുടങ്ങണം. അപ്പോൾ അംബേദ്കർ പറഞ്ഞു, അംബേദ്കർ തീരെ മതം ഇല്ലാത്ത ആളല്ല എന്ന് നിങ്ങൾക്കറിയാലോ. അദ്ദേഹം ഹിന്ദുമതത്തിൻ്റെ നിശിതമായി വിമർശിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം അവസാന കാലത്ത് ലക്ഷക്കണക്കിന് അനുയായികൾ കൂട്ടി ബുദ്ധമതത്തിലേക്ക് മതം മാറിയ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, ഈ രാഷ്ട്രം എല്ലാ മതക്കാരുടേതും ഒരു മതവും ഇല്ലാത്തവരുടേതുമാണ്. അതുകൊണ്ട് ദൈവനാമത്തിൽ നിന്ന് എഴുതാൻ പറ്റില്ല. അപ്പോൾ തർക്കമായപ്പോൾ വോട്ടിനിട്ടു, ഭൂരിപക്ഷം കിട്ടിയിട്ടാണ് അത് എഴുതാതിരുന്നത്. അംബേദ്കറുടെ നിലപാടിന് ഭൂരിപക്ഷം കിട്ടി, അതിൽ ദൈവനാമത്തിൽ എന്ന് തുടങ്ങിയില്ല, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. അപ്പോൾ ആരോ ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് അതിൽ സെക്കുലർ എന്നുള്ള വാക്ക് ഉപയോഗിക്കാത്തത്? അതിൻ്റെ ആവശ്യമില്ല, അത് അനുക്തസിദ്ധമാണ്, പറയാതെ കിട്ടും. ഇറ്റ് ഗോസ് വിത്തൗട്ട് സെയിങ്. ഇതിലെ ഒരു സംഗതിയും, ഇതിലെ ഒരു സ്റ്റാറ്റ്യൂട്ടും വെച്ചിട്ട് ഒരു ആർട്ടിക്കിളും വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു മതരാഷ്ട്രം കൊണ്ടുനടക്കാൻ പറ്റില്ല. ഇത് മുഴുവൻ മതേതരമാണ്. ഉദാഹരണം പറഞ്ഞാൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് ഫെയ്ത്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, വിശ്വാസ സ്വാതന്ത്ര്യം, പിന്നെ തുല്യത എന്നുള്ളത്. കാരണം മതക്കാർക്ക് തീരെ പറ്റാത്തൊരു വാക്കാണ് ഈ തുല്യത എന്ന് പറയുന്നത്. കാരണം ഇപ്പം മുസ്ലിമും അമുസ്ലിമും തുല്യമാണ് എന്നവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ക്രൈസ്തവനും അക്രൈസ്തവനും തുല്യമാണെന്ന് മനസ്സിലാവില്ല. പിന്നെ ഹിന്ദു പാരമ്പര്യത്തിൽ ജാതിയിൽ തുല്യത എന്നുള്ള സംഗതി തന്നെ ഇല്ലല്ലോ. അപ്പോൾ നേരത്തെ ഗ്രീസിലെ ഡെമോക്രസിയുടെ പരീക്ഷണങ്ങൾ നടക്കുന്നതിന് മുൻപേ ഇന്ത്യയിൽ ആര്യന്മാർ വന്നപ്പോൾ ചില ഗ്രാമർ റിപ്പബ്ലിക്കുകൾ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി നെഹ്റു എഴുതുന്നുണ്ട്. നെഹ്റു പറഞ്ഞാൽ അങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. അവിടെ സ്ത്രീകൾക്കോ അടിമകൾ ആയിട്ട് അവർ വിചാരിച്ചവർക്കോ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗ്രീസിൽ ഞാൻ ആലോചിക്കുകയാണ്, അടിമത്തം സോക്രട്ടീസോ പ്ലേറ്റോ പോലും ആ അളവിൽ തള്ളി പറഞ്ഞിട്ടില്ല അടിമത്തത്തെ. അന്ന് അവരുടെ ഒരു സാമൂഹ്യ സ്ഥാപനമാണ് അടിമത്തം എന്ന് പറയുന്നത്. പക്ഷേ അരിസ്റ്റോട്ടിൽ എഴുതി വെച്ച മരണപത്രത്തിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ നിന്ന് അടിമകളൊക്കെ സ്വതന്ത്രമാക്കി വെച്ചു. അപ്പോൾ ഞാൻ ഈ ഇവിടുത്തെ സാഹോദര്യത്തെ പറ്റി പറയുന്ന മുസ്ലിം പ്രബോധകന്മാർ ആരും എന്തുകൊണ്ടാണ് മുഹമ്മദ് നബി അടിമത്തം നിരോധിക്കാഞ്ഞതെന്നുള്ളതിന് മതിയായ ഒരു സമാധാനം പറഞ്ഞ് ഞാൻ കേട്ടില്ല. കാരണം ഇത് ക്രിസ്തുവിന് 400 കൊല്ലം മുമ്പാണ് അരിസ്റ്റോട്ടിൽ ഇത് ചെയ്തത്. ക്രിസ്തുവിൻ്റെ 570 മുഹമ്മദ് നബി ജനിക്കുന്നത്, 6-7 നൂറ്റാണ്ടിൽ അദ്ദേഹം ജീവിച്ചത്. അടിമത്തം നിരോധിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ ഈ പൈശാചിക സംഘത്തിന് അടിമത്തം നിയമവിധേയമാക്കാനുള്ളൊരു ധൈര്യം ഉണ്ടാവുന്നത്. പിന്നെ അവരെന്തും ചെയ്യും കേട്ടോ. കാരണം ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും എഴുത്ത് പഠിക്കണം എന്നാണ് മുഹമ്മദ് നബി പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വചനത്തിൽ ഒരിക്കലും സ്ത്രീകൾ വിദ്യാഭ്യസിക്കാൻ പാടില്ല എന്നില്ല. പക്ഷേ കേരളത്തിൽ എൻ്റെ കുട്ടിക്കാലത്ത് പോലും ഞാൻ പഠിച്ച മതപാഠശാലയിൽ ഞങ്ങളുടെ കൂടെയുള്ള പെൺകുട്ടികൾക്ക് നമ്മുടെ സഹപാഠിനികൾക്ക് എഴുത്ത് പരീക്ഷയില്ല. എന്താണ്, അവരോടൊക്കെ വൈഭാവസ്യ പരീക്ഷ ഒന്ന് ചോദ്യം ചോദിക്കും. അപ്പോൾ ഞാൻ മുതിർന്നപ്പോൾ ഒരു മുസ്ലിമിനോട് ചോദിച്ചു, ഇതെന്താ അവരെ എഴുത്ത് പഠിപ്പിക്കാത്തത്? ഈ എന്താ പറഞ്ഞ് ഒരു എഴുത്ത് പഠിച്ച ഒരു പ്രേമലേഖനം എഴുതി കാണൂലേ എന്ന്. യുക്തിയുണ്ട്, എല്ലാവരും യുക്തിയിലാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ. യുക്തി നിങ്ങൾക്ക് മാത്രമാണ് വിചാരിക്കരുത്, ഓരോരുത്തരും ഓരോ യുക്തിയുണ്ട്. വേണം, ഭൂമിയുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയ ഒരാൾ വേണം എന്ന യുക്തിയല്ലേ. പിന്നെ വേറൊരു ചോദ്യമുണ്ട്, ഈ ആളെ ആരും ഉണ്ടാക്കി, അപ്പോൾ അവിടേക്ക് പോകാൻ പറ്റില്ല ആ യുക്തി. ഇപ്പോൾ മറ്റേ എന്തൊക്കെ തമാശ. എന്തുകൊണ്ടാണ് അനന്തരാവകാശം മുസ്ലിം സ്ത്രീക്ക് പകുതിയായത്
എന്ന് ചോദിച്ചതിന് എന്നോടൊരാൾ പറഞ്ഞ മറുപടി അത് ദൈവിക നീതിയാണ്. ഇത് എന്ത് വാക്കായി പറയുന്നത്? ദൈവിക നീതി. ഇപ്പോൾ ഒരു പുതിയ വാക്ക് ഇപ്പോൾ പ്രചാരം കിട്ടി വരുന്നു കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാ. ദൈവിക ജനാധിപത്യം, തിയോ ഡെമോക്രസി, ഹുക്കുമത്തെ ഇലാഹി എന്ന്. കാരണം അബുൽ മൗദൂദി കേട്ടോ 1979 മരിച്ചുപോയ അദ്ദേഹം ഒരു രാഷ്ട്രസങ്കല്പം ഉണ്ടാക്കിയപ്പോൾ എന്തുണ്ടാക്കി? അദ്ദേഹം പറഞ്ഞത് മതേതരത്വം എന്നുള്ളത് ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി യൂറോപ്യന്മാർ കണ്ടുപിടിച്ച കപട സൂത്രമാണെന്ന്. അത് പറ്റില്ല. എന്താ വേണ്ടത്? മതരാഷ്ട്രം വേണം, രാഷ്ട്രത്തിനൊരു മതം വേണം, ഒരു റിലീജിയസ് സ്റ്റേറ്റ് ആയിരിക്കണം. പിന്നെ ആരാ ഭരിക്കേണ്ടത്? ദൈവം ഭരിക്കും. അത് ദൈവമാണല്ലോ ഈ ഭൂമി ഉണ്ടാക്കിയത്. ദൈവത്തിൻ്റെ ഭൂമിയിൽ നിയമം ദൈവത്തിൻ്റെ നിയമമാണ്. പിന്നെ ഇതാ എങ്ങനെ ദൈവം കൂടെ ഇറങ്ങിയൊന്നും ഭരിക്കുമല്ലോ. അപ്പം ഇത് നമ്മൾ ആളെ തിരഞ്ഞെടുക്കുക. അതിൻ്റെ പേരാണ് എന്ത്? ദൈവിക ജനാധിപത്യം, തിയോ ഡെമോക്രസി. അപ്പോൾ തിയോ ഡെമോക്രസിയുടെ കളിയാണ് നമ്മൾ ഇറാനിൽ കാണുന്നത്. അവിടെ ആരാണ്? അവിടെ കേട്ടോ അവിടുത്തെ ഇപ്പോൾ ഖമനേയില്ലേ, അദ്ദേഹത്തിൻ്റെ പൂർവ്വരൂപം ആയത്തുള്ള ഖൊമൈനിയാണ്. അവിടുത്തെ ഇമാമിന്, ഷിയാക്കളുടെ ഏറ്റവും വലിയ നേതാവിൻ്റെ പേര് ഇമാം എന്നാണ്. ആ ഇമാമിന് 24 മണിക്കൂർ ദൈവമായിട്ട് ഹോട്ട് ലൈൻ ഉണ്ട്. തെറ്റുപറ്റില്ല അവർക്ക്. മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റില്ല, നിങ്ങൾക്ക് അറിയില്ലേ? മാർപ്പാപ്പയ്ക്ക് തെറ്റാവരം കിട്ടിയ ആളുകളാണ് വലിയ വൈദികന്മാരൊക്കെ. അപ്പോൾ ഈ ഷിയാക്കളുടെ നേതാവിന് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാർക്ക് പോലും തെറ്റുപറ്റില്ല. തെറ്റുപറ്റി ഞാൻ അടുത്ത കാലത്തൊന്നും അതെനിക്ക് തെറ്റിപ്പോയി എന്നൊരാൾ പറഞ്ഞ് ഞാൻ കേട്ടില്ല. അത് വാമൊഴി വഴക്കമാണ് എന്നോ എന്താണ് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്നോ കൂടി വന്നാൽ വേറെ ആരും പറയും അദ്ദേഹത്തിന് ജാഗ്രത കുറവുണ്ടായി. എന്തൊക്കെ മലയാളമാണ് കണ്ടുപിടിക്കുന്നത്? തെറ്റുപറ്റില്ല മനുഷ്യരല്ലേ, എന്നല്ലെങ്കിൽ തിരുത്താൻ പറ്റുള്ളൂ. നിങ്ങളുടെ തെറ്റ് നിങ്ങൾ അംഗീകരിച്ച് അത് സ്വീകരിച്ച് അത് തിരുത്താൻ ഉത്സാഹിച്ചാൽ മാത്രമേ തിരുത്താൻ പറ്റുള്ളൂ. ഒരിക്കലും തിരുത്താൻ പറ്റില്ല. അതുകൊണ്ടിപ്പം സജി ചെറിയാൻ ഇനിയും തിരുത്തേണ്ടി വരും. കാരണം അദ്ദേഹം മറ്റൊന്നും അംഗീകരിച്ചില്ല. അദ്ദേഹം പറയാണ് ഭരണഘടന സായിപ്പന്മാർ പറഞ്ഞു കേട്ട് എഴുതി വെച്ചാൽ. ആലോചിച്ചോ, BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, VK കൃഷ്ണമേനോൻ തുടങ്ങിയുള്ള ആളുകൾ എത്ര കൊല്ലം കേട്ടോ. നേരത്തെ തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവ് മോത്തിലാൽ നെഹ്റു ചെയർമാനായ നെഹ്റു കമ്മിറ്റി ഉണ്ട്. ആ നെഹ്റു റിപ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ ഭരണഘടനയാണ്. ഈ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത ഈ മന്ത്രിക്ക് ഇത് അറിഞ്ഞുകൂടാ. പിന്നെ അദ്ദേഹം എന്തും പറയുന്നത് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം പറയാം നമുക്കെന്തിനാ കൃഷി, തമിഴ്നാട്ടിൽ നിന്ന് പഴവർഗ്ഗങ്ങളും പച്ചക്കറിയൊക്കെ ഇറക്കുമതി ചെയ്താൽ പോലെ, നമുക്ക് കൃഷിയുടെ ആവശ്യമില്ല. അപ്പോൾ ഞാനടിച്ചു അദ്ദേഹം കൾച്ചറിൻ്റെ മിനിസ്റ്ററാണ്. ഈ അഗ്രികൾച്ചർ ഉണ്ടായിട്ടാണ് കൾച്ചർ ഉണ്ടായത്, മറ്റു കൾച്ചർ ഉണ്ടാവില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇതിപ്പോൾ വിസ്തരിച്ച് പറഞ്ഞാൽ നമ്മുടെ നേരം പോവും. കാരണം വിവേകം കുറഞ്ഞ ആളുകൾ ഭരണാധിപന്മാരായുള്ള പ്രശ്നം അത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നാലും എനിക്ക് അത് തെറ്റുപറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, നമ്മൾ ഈ പണ്ടത്തെക്കാൾ കൂടുതൽ മതവിമർശകന്മാർക്ക് ഉത്തരവാദിത്വം വളരെ കൂടിയൊരു കാലമാണിത്. ഞാൻ അതുകൊണ്ടാണ് പുറത്തുള്ള കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെയുള്ള, കേരളത്തിന് പുറത്തൊക്കെ സ്ഥിതി അറിയാലോ. അതായത് വലിയ തമാശ, പശുവിൻ്റെ ഇറച്ചി കഴിക്കുന്നത് വളരെ മോശം, അതിൻ്റെ മൂത്രം കുടിക്കുന്നത് വലിയ പുണ്യകർമ്മം. എന്ത് തമാശ എനിക്ക് അറിഞ്ഞൂടാ. ഇവൻ മ്ലേച്ഛൻ ആര്? പശുവിൻ്റെ ഇറച്ചി കഴിക്കുന്നത്, പശുവിൻ്റെ മൂത്രം കുടിക്കുന്നതും വലിയ പുണ്യവാനാണ്. ഞാൻ കേട്ടോ ഒരിക്കൽ ജർമ്മനി പോയപ്പോൾ അവിടെ ഒരു സ്കൂളിൽ ഞാൻ സംസാരിച്ചപ്പോൾ ഇന്ത്യയെപ്പറ്റി സംസാരിക്കുകയാണ് ഞാൻ. അപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികളോട് ചോദ്യം ചോദിക്കാൻ അവരുടെ അധ്യാപകൻ എൻ്റെ ഫ്രണ്ട് പറഞ്ഞപ്പോൾ അതിലൊരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു, അല്ല സാർ ഈ പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായി, ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ വായിച്ചിട്ടുണ്ട്, ഗാന്ധിയെപ്പറ്റിയും ബുദ്ധനെപ്പറ്റിയും കാളിദാസനെ പറ്റിയൊക്കെ വായിച്ചിട്ടുണ്ട്, രാമായണം മഹാഭാരതമൊക്കെ എനിക്ക് ചെറിയ പരിചയമുണ്ട്, എനിക്ക് ഇന്ത്യയിൽ വരണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു യു ആർ വെൽക്കം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ ചോദിക്കുക, സാറേ എനിക്ക് ബീഫ് വലിയ ഇഷ്ടമാണ്, അവിടെ ഒന്ന് ബീഫ് കഴിച്ചാൽ എന്നെ തല്ലിക്കൊല്ലുമെന്ന്. ശരിക്കും ഞാൻ പറയാം, എൻ്റെ തല താന്നു പോയി. 2 മിനിറ്റ് ഞാൻ അവനോട് പറഞ്ഞു, എൻ്റെ ചോദ്യം ന്യായമാണ്, പക്ഷേ ഞങ്ങളവിടെ 140 കോടി ജനങ്ങളുണ്ട്, എല്ലാവരും ഇങ്ങനെയാണെന്ന് നീ വിചാരിക്കരുത്. ഇതിനെതിരുള്ള എത്രയോ കോടി ജനങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അതിൽ ഒരാളെ അപ്പം നീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പള്ളി പൊളിച്ചു, നാണക്കേട് നമുക്കാ. ആരാ പള്ളി പൊളിക്കുന്നത്? വേറെ ആളാണ് പള്ളി പൊളിക്കുന്നത്. ഇപ്പോൾ ബാമിയാൻ കുന്നിലെ വലിയ നമ്മുടെ നാട്ടിൽ വലിയ തമാശ, ഗാസയിൽ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇങ്ങനെ ഒരുപാട് ആക്രമണം നടന്നിട്ടുണ്ട്, ഒരുപാട് യുക്തിവാദികളെ കൊന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, ഇവിടെ
പാലക്കാട് നിന്ന് 43 കിലോമീറ്റർ അപ്പുറത്താണ് ഈ കോയമ്പത്തൂരിൽ ഉക്കടം ബസ് സ്റ്റാൻഡ്. അവിടെ വെച്ചിട്ട് ഫാറൂഖ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ, നല്ല യുക്തിവാദിയാണ്, അയാളെ കൊന്നു എന്നൊരു വാർത്ത യാദൃശ്ചികമായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ആയൊരു പോസ്റ്റ് കണ്ടു. ആകെ അമ്പരപ്പ്. ഒരു പത്രത്തിൽ ഒരു ടി വിയിലും ഇല്ല. അപ്പം എനിക്ക് ബന്ധപ്പെട്ട സംഭവം സത്യമാണ്. അപ്പം നോക്കുമ്പോൾ എന്താ, കലാനാഥ മാഷൊക്കെ വിളിച്ചേ, മാഷ അന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്ത് ആനന്ദി രാമേന്ദ്രനും ഞാനും കൂടി അവിടെ പോയി അവൻ്റെ ബാപ്പയെ കണ്ടു, ഉമ്മയെ കണ്ടു, ഭാര്യ മക്കളൊക്കെ കണ്ടു. അപ്പോൾ എന്താ ഉണ്ടായത്, ഇയാൾ 10-15 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്, ഇയാൾ നിരീശ്വരവാദിയാണ്. അപ്പോൾ ഇയാൾ നിരീശ്വരവാദം പറഞ്ഞ് ഇയാളുടെ ഒരു കുട്ടി, ചെറിയ പെൺകുട്ടി, നിരീശ്വരവാദപരമായ എന്തോ ഒരു സാധനം പോസ്റ്റ് ചെയ്തു ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ. അന്ന് ഇയാളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായ ചെറുപ്പക്കാർ രാത്രി 11 മണിക്ക് ഇയാളെ ഫോൺ ചെയ്ത് വരുത്തിയിട്ട് വെട്ടിക്കൊല്ലുകയാണ്. ഒരു പത്രത്തിലും വാർത്ത ഒന്നുമില്ല. ഞാനിവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചാനലിൻ്റെ ചെയർമാനെ വിളിച്ചു, ചെയർമാനല്ല, ന്യൂസിൻ്റെ ചാർജുള്ള ആളെ. പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അപ്പം ഞാനാകെ അമ്പരിക്ക, കാരണം ഇവരാരും അറിയുന്നില്ല, ഒരു വാർത്ത വരുന്നില്ല. അപ്പം മാതൃഭൂമിയിൽ നിന്ന് എന്നോട് വിളിച്ചിട്ട് ഏതോ ഒരു കാര്യത്തിൽ എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അപ്പോൾ ഒരു ലേഖനം വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതവിടെ ഇരിക്കട്ടെ, ഇങ്ങനൊരു സംഭവമുണ്ട്. അയ്യോ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, പോട്ടെ ഞാൻ അതിനെപ്പറ്റി ഒരു ലേഖനം എഴുതുന്നാൽ കൊടുക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ഒരു മിനിറ്റ് ഒന്നും മിണ്ടിയില്ല. ഫാറൂഖിനെ മുസ്ലിം വിഭാഗത്തിലെ മതമൗലികവാദികൾ അദ്ദേഹം നിരീശ്വരവാദം പറഞ്ഞതിൻ്റെ പേരിൽ വെട്ടിക്കൊന്നു എന്നുള്ളൊരു വാർത്ത ഇവിടെ വന്നില്ല. അപ്പോൾ അയാൾ പറഞ്ഞു ഏതായാലും മാഷ് അയക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ ലേഖനം അയച്ചു. 2 ദിവസം കഴിഞ്ഞ് ഞാൻ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ കൊടുക്കണ്ടോ, ഇല്ലെങ്കിൽ എനിക്ക് വേറെ കൊടുക്കണം, ആരും കൊടുക്കുമെന്ന് അറിഞ്ഞില്ലേ, ഫേസ്ബുക്കിൽ ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു, പിറ്റേന്ന് കൊടുത്തു. അങ്ങനെയാണ് ആ ഫോട്ടോ അയാളുടെ ഉമ്മയോട് വന്ന് ഞാൻ കൊണ്ടുവന്ന ഫോട്ടോ കൊടുത്തിട്ടാണ് മാതൃഭൂമി വന്നിട്ടാണ് കേരളീയർ ഈ വിവരം അറിഞ്ഞത്. ഇതാണ് ഇവിടുത്തെ മാധ്യമപ്രവർത്തനത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ സ്ഥിതി എന്ന് പറയുന്നത്. അതായത് മതപൗരോഹിത്യത്തെ, മതമൗലികവാദത്തെ, മതരാഷ്ട്രവാദത്തെ പേടിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, UDF എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ടാന്ന് പറയാത്തത്? മറുപടിയില്ല. അവരെന്താണ് ഇപ്പോൾ അവർ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിപ്പോൾ ഒരു തെളിവാണ് ഇപ്പോൾ ബംഗ്ലാദേശ്. അപ്പോൾ ഇവിടെ RSSനെ ശക്തിപ്പെടുത്തിയതിൽ അടിയന്തരാവസ്ഥയ്ക്ക് വലിയ പങ്കുണ്ട്. അതാണ് ഈ ഏകാധിപത്യത്തിൻ്റെ ഒക്കെ കുഴപ്പം. RSS ഗാന്ധിവധത്തോടു കൂടി വളരെയധികം പിന്നാക്കം പോയൊരു സാധനം പിന്നെ ശരിക്കും മുന്നിലേക്ക് വരുന്നത് എങ്ങനെയാണ്? അടിയന്തരാവസ്ഥ. ഞാനൊന്നും പത്രപ്രവർത്തകനാണ്. അടിയന്തരാവസ്ഥ കാലത്ത് പല വാർത്തയും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഞാൻ മാതൃഭൂമിയിലാണ്, അതിന് കൊടുക്കില്ല, കാരണം സെൻസർ ഉണ്ട്. ഇത് വരുന്നത് RSS നടത്തുന്ന കുരുക്ഷേത്ര എന്ന് പറഞ്ഞ അണ്ടർഗ്രൗണ്ട് പത്രത്തിലാണ്. പിന്നെ അവർ ഒരുപാട് പണിയെടുത്തു. പിന്നെ അന്ന് അവരെ കൂടുതൽ കൂട്ടരുത് എന്ന് ജയപ്രകാശ് നാരായണനായിരുന്നു നേതൃത്വം. അദ്ദേഹത്തോട് പലരും പറഞ്ഞിരുന്നു, ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്ത ആളെ കൂട്ടിയിട്ട് നിങ്ങൾ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് സമരം ചെയ്യരുത്, ആപത്താവും. അത് തന്നെ സംഭവിച്ചു. ജനതാ പാർട്ടിയിൽ അവരെ കൂട്ടി മിനിസ്ട്രി വന്നപ്പോൾ വാജ്പേയിയും അദ്വാനിയൊക്കെ മന്ത്രിമാരായി, അവർക്ക് സ്വീകാര്യത കിട്ടി. അങ്ങനെ പിന്നെ അത് മുന്നോട്ട്. അപ്പോൾ ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. മതപൗരോഹിത്യം എങ്ങനെയാണ് നമ്മുടെ ജനതയെ ചൂഷണം ചെയ്യുന്നത്? ഇപ്പം എന്താ, കൃപാസനം കൊണ്ട് തലമൂടിയാൽ ക്യാൻസർ ഭേദമാവും എന്നുവരെ വിശ്വസിക്കുന്ന ആളുകൾ. അമൃതാനന്ദമയി അവർ പറഞ്ഞൊന്നും എനിക്കറിയില്ല കേട്ടോ. 16 വയസ്സുള്ളൊരു കുട്ടി മരിച്ചപ്പോൾ അത് ജീവിപ്പിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. അപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് പുതിയൊരു അന്ധവിശ്വാസം വരുന്നത് എന്താ വെച്ചാൽ, എന്താണ്, CM വലിയുല്ലാഹി എന്ന് അവിടെ മരിച്ചുപോയൊരു സിദ്ധൻ, പത്രത്തിൽ വരുന്ന വ്യാജ സിദ്ധൻ എന്ന്. ഈ വ്യാജനല്ലാത്ത സിദ്ധൻ ഉണ്ടോ എന്ന് എനിക്കൊരിക്കലും മനസ്സിലായിട്ടില്ല. അല്ല നമ്മുടെ പത്രത്തിലെ വാക്കുകളൊക്കെ വളരെ അപകടമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പത്രത്തിൽ ഞാൻ കണ്ടതാണ്, ഈ കൊലപാതകം നടത്തി വെറും 100 രൂപയ്ക്ക് വേണ്ടിയാണ് ഇയാളെ കുത്തിക്കൊന്നത്. ആ വെറും എന്നുള്ള എന്താ അർത്ഥം? അപ്പോൾ ഒരു 10,000 രൂപയ്ക്കാണ് കൊല്ലാമെന്നല്ലേ? അല്ലേ പത്രം വായിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തമാശ എന്താ വെച്ചാൽ, കേരളത്തിൽ എല്ലാ എഡീഷനിലും എല്ലാ നാട്ടിലും, തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലൊക്കെ വരുന്നതാണ്, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഏതെങ്കിലും ഒരു സ്ത്രീ മറന്നു വെച്ച അവരുടെ ബാഗിൽ ഒരു 10,000 രൂപ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്വർണ്ണം ഉണ്ടായിരുന്നു, അത് തിരിച്ചു കൊടുത്തു. അത് വലിയ വാർത്തയാണ്. അത് വാർത്തയാകുന്നത് എന്തുകൊണ്ടാണ്? സാധാരണ നമ്മൾ കൊടുക്കൂല എന്ന് അതിൻ്റെ അർത്ഥം അല്ലേ വാർത്തയാവും അത്. ഇപ്പോൾ യൂറോപ്പിലൊക്കെ എങ്ങനെയാണ്, അമേരിക്കയിലൊക്കെ, അവിടെ ബസ് സ്റ്റേഷനിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്നൊരു കൗണ്ടറുണ്ട്. നിങ്ങൾക്ക് വല്ലതും വീണ് കിട്ടിയാൽ അവിടെ കൊണ്ടു കൊടുക്കുക.
എന്നിട്ട് എപ്പോൾ എവിടുന്നാണ് കിട്ടിയെന്ന് എഴുതി കൊടുക്കുക, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും കൊടുക്കുക. 30 ദിവസം അവർ പരസ്യപ്പെടുത്തും. 30 ദിവസം കഴിഞ്ഞ് ആരും വന്നില്ല, നിങ്ങൾക്ക് അയച്ചു തരും അവിടുന്ന്. അതൊരു വാർത്തയല്ലല്ലോ. നിങ്ങൾ കട്ടില്ല എന്നുള്ളത് വാർത്തയാണോ? വീട് കിട്ടിയ മുതൽ നിങ്ങൾ വാർത്ത വലിയ തമാശ. എന്താണ് ഹരിജൻ ബാലികയുടെ സത്യസന്ധത, എന്നാൽ ഹരിജനങ്ങളൊന്നും ഇത് കൊടുക്കാൻ. മുസ്ലിം ബാലികയുടെ സത്യസന്ധത, മുസ്ലിങ്ങളൊന്നും കൊടുക്കാറില്ല. ഓട്ടോ ഡ്രൈവർമാരുടെ സത്യസന്ധത. നമ്മൾ പത്രം വായിക്കുമ്പോൾ നമ്മുടെ കൾച്ചറിനെ പറ്റി, നമ്മുടെ സാമൂഹ്യത്തെ പറ്റി എനിക്ക് എപ്പോഴും വലിയ തമാശ തോന്നും. കാരണം ഈ ജാതി വാർത്തകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ പൗരോഹിത്യത്തിന്, ഇപ്പോൾ പത്രങ്ങൾ എന്താ ചെയ്യുന്നത്, അപ്പോൾ ആറ്റുകാൽ പൊങ്കാല തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കരമായ കവറേജാണ്. അത് മുഴുവൻ ജനങ്ങളെ അവിടെ എത്തിക്കുക എന്നുള്ള പണിയാണ്. ഇപ്പോൾ ഞാൻ ആറ്റുകാൽ പൊങ്കാല എന്നൊരു ഉദാഹരണം പറഞ്ഞതേ. മറ്റെല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനൊന്നിപ്പോൾ ദേവാലയങ്ങളിൽ നിന്ന് കഠിനമായ ശബ്ദം പുറത്തേക്ക് വരാൻ പാടില്ല എന്ന് ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ പറയൂ? ഈ 5 നേരം ബാങ്ക് കൊടുക്കുന്നു, അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇനി ബാങ്ക് കൊടുക്കണേ അവിടെ കൊടുത്താൽ മതി, മൈക്ക് പുറത്തേക്ക് വെക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം എല്ലാവരുടെ കയ്യിലും വാച്ചുണ്ട്, എല്ലാവരുടെ വീട്ടിലും ക്ലോക്കുണ്ട്, എല്ലാവരുടെ മൊബൈലിൽ സമയമുണ്ട്, എല്ലാവർക്കും മൊബൈലുണ്ടല്ലോ. അപ്പോൾ മുഹമ്മദ് നബിയുടെ കാലത്ത് ബാങ്ക് കൊടുക്കണം, എന്താ സമയം അറിയിക്കാൻ വേറെ വഴിയില്ല. അന്ന് ക്ലോക്കില്ല, വാച്ചില്ല, മൊബൈലില്ല. അത് എല്ലാം നബിയുടെ കാലത്ത് മതി അവർക്ക്. ഇത് ഒരു പറ്റില്ല, ഇത് ശബ്ദം. ഇപ്പോൾ രാവിലെ നേരം വിളിച്ചാകുമ്പോൾ 4 മണിക്ക് സുപ്രഭാതം വെച്ചിട്ടാണ് പല ക്ഷേത്രങ്ങളും രാവിലെ എന്നുള്ള സമയം ആഘോഷിക്കുന്നത്. മനുഷ്യൻ മര്യാദയ്ക്ക് കിടത്തുന്ന സമയം. ഇങ്ങനെ എല്ലാ തരത്തിലും നമ്മുടെ സ്വൈര്യം, നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കുന്ന തരത്തിൽ പെരുമാറുകയും ജനങ്ങളുടെ ഒരു ചേരിതിരിവുണ്ടാക്കുകയും പ്രത്യേകിച്ച് അത് സ്ത്രീവിരുദ്ധമായി എന്തൊക്കെ ചെയ്യാനുണ്ടോ അതൊക്കെ ചെയ്യുകയാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ അനന്തരാവകാശം ഇല്ലാത്തതിനെതിരായിട്ട് മേരി റോയ് കേസിന് പോയി 25 കൊല്ലം കേസ് നടത്തി അവർ നേടി. അവരിപ്പോൾ സാഹചര്യവശാൽ അവരിപ്പോൾ ഇല്ല. പക്ഷേ ഇപ്പോഴും ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ പെൺകുട്ടിക്ക് കൃത്യമായ അനന്തരാവകാശം കിട്ടുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. അവരോട് എഴുതി മേടിക്കും, എല്ലാം സ്വസ്ഥമായി കിട്ടി, ഒരു പരാതിയൊന്നുമില്ല. അപ്പോൾ കാരണം കോടതി വിധി കൊണ്ട് അതാണ് ഒരു കാര്യം ഉണ്ടായത്. ഇപ്പോൾ അവിടെ മുസ്ലിം പെണ്ണുങ്ങളുടെ അനന്തരാവകാശത്തിന് വേണ്ടി ഇപ്പോൾ അവിടെ സമരം തുടങ്ങിയിട്ട് അത് വിജയിക്കാനിടയുണ്ട് എനിക്ക് ഇപ്പോൾ തൽക്കാലം ഒരു പ്രതീക്ഷയില്ല. ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ തരത്തിൽ യുക്തിയോടുകൂടി ആലോചിക്കുക, ശാസ്ത്രബോധം ഉയർത്തിപ്പിടിക്കുക. ഇതൊക്കെ ഭരണഘടന നമ്മുടെ മൗലികമായ കടമയായിട്ട്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആയിട്ട് വെച്ച കാര്യമാണ് ഇതൊക്കെ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വിജയം ആശംസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഷയിൽ അങ്ങനെ ഉണ്ട് എന്നല്ല പറഞ്ഞത്, അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് അതിലെ പ്രകോപനം കഴിയുന്നത്ര കുറയ്ക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ വേദിയുടെയും സഭയുടെയും അനുവാദത്തോടെ ഈ പരിപാടി ചാർവാകം, പഴയ നിങ്ങൾക്കറിയുന്നവർ ബുദ്ധൻ്റെയും മുമ്പ് ഇവിടെ യുക്തിയെപ്പറ്റിയും മതരാഹിത്യത്തെപ്പറ്റിയും ദൈവത്തിനെതിരായിട്ടൊക്കെ സംസാരിച്ചിരുന്ന ആളുകളുടെ പേരാണ് ചാർവാകന്മാരെന്നുള്ളത്. ആ ചാർവാകം എന്നുള്ള ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു ജനാധിപത്യവാദിയുടെ കടമ നിർവഹിച്ചുകൊണ്ട് നമ്മോട് സംവദിച്ച കാരശ്ശേരി മാഷിന് ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. ചാർവാകൻ 2026 ഉദ്ഘാടന പ്രഭാഷണം നടത്തിയ പ്രൊഫസർ MN കാരശ്ശേരിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന് മെമൻറ്റോ സമർപ്പിക്കുവാൻ യുക്തിവാദ പഠന കേന്ദ്രം സെക്രട്ടറി ഷാൻഡി ശിവനെ സാദരം ക്ഷണിക്കുന്നു.